ഹായ് മക്കളെ, എ ടു സെഡ് ഓർഗാനിക് കെമിസ്ട്രി സീരീസിൻ്റെ അടുത്ത പാർട്ടിലാണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നിർബന്ധമായും കേൾക്കണം. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ വിദ്യാർത്ഥികൾക്ക്, നീറ്റിനും ജെഇക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള സീരീസിൻ്റെ ഒരുപാട് വീഡിയോകൾക്ക് ശേഷമുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് ആദ്യമായി ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടതില്ല. അത് മുമ്പ് പറഞ്ഞതിൻ്റെ എല്ലാം കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നതൊന്നും മനസ്സിലാവുകയുമില്ല. അതുകൊണ്ട് നിർബന്ധമായും അറ്റ്ലീസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഇതിനു മുമ്പുള്ള 2 പാർട്ടുകളെങ്കിലും കണ്ടിട്ടല്ലാതെ നിങ്ങൾ ഈ വീഡിയോ കാണരുത്. അതുപോലെ മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനും പ്രോപ്പറായിട്ട് ഞങ്ങളുടെ മെറ്റീരിയൽസും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സേവനങ്ങൾ ലഭ്യമാകാനും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. കൂട്ടത്തിൽ ഈ വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമായിരിക്കും. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് 2 പാർട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് പാർട്ടിലുള്ളത് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളുമാണ്. സെക്കൻഡ് പാർട്ടിലാണ് അതിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൃത്യമായി നോട്ട് എഴുതിയിട്ടല്ലാതെ മുന്നോട്ട് പോകരുത്. ഒരുപാട് പേര് വാട്സപ്പിലും അല്ലാതെയും എല്ലാം നേരിട്ടും കോൺടാക്റ്റ് ചെയ്ത് സാറേ ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ബാക്കി പാർട്ടുകൾ അപ്ലോഡ് ചെയ്യില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അവർക്ക് ഈ വീഡിയോ കിട്ടിയത് വളരെ സന്തോഷകരമായിരിക്കും. എന്നാലും ഒരിക്കൽ കൂടി പറയാം, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പാർട്ടുകളെല്ലാം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ മുഴുവൻ പാർട്ടും നിങ്ങൾക്ക് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ലഭ്യമാക്കുന്നതായിരിക്കും. ഇനി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ നമ്മൾ കഥയിലേക്ക് കിടക്കുകയാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ്. എന്താണ് കുഞ്ഞെ കെമിക്കൽ പ്രോപ്പർട്ടീസ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്നതാണ്. ഞാനതിനെ പ്രധാനമായും 2ആയി തരംതിരിക്കുകയാണ്. ഒന്ന്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കെയിൻ. നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് അങ്ങനെയല്ലേടാ, ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അരീൻ എന്നാണല്ലോ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കെയിൻ എന്നും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ അരീൻ എന്നും 2 മെയിൻ ഹെഡിങ് ആയിട്ട് നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് നോട്ട് ചെയ്യണേ. കെമിക്കൽ പ്രോപ്പർട്ടീസ് വൃത്തിയായിട്ട് നോട്ട് എഴുതിക്കോട്ടെ കുഞ്ഞെ. വീഡിയോ ഒരു 3/4 മണിക്കൂറോ 50 മിനിറ്റിനുള്ളിൽ വീഡിയോ അവസാനിക്കും. പിന്നെ ഞാനും നീയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് നീ എഴുതിയെടുത്ത നോട്ടിലൂടെ മാത്രമായിരിക്കും. അതുകൊണ്ട് വീഡിയോ പോസ് ചെയ്ത് വൃത്തിയായിട്ട് നോട്ട് എഴുതാനുള്ള മനസ്സില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഇപ്പോൾ കാണുന്നത് നിർത്തിയേക്കൂ. നിങ്ങൾക്ക് ഗുണം കിട്ടാനാണ്. അതുകൊണ്ട് നിർബന്ധമായും ആ പറയുന്ന എക്സ്ട്രാ പണികളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കെയിൻ റോമൻ നമ്പർ 1, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ അരീൻ റോമൻ നമ്പർ 2. അതിൽ ഫസ്റ്റ് 1 റോമൻ നമ്പർ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കെയിൻ. ഹാലോ ആൽക്കെയിനുകൾ കാണിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസ് പ്രധാനമായും 3 എണ്ണമാണ്. പഠിച്ചു വെച്ചോ. 1 ആരാടാ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. 2 എലിമിനേഷൻ റിയാക്ഷൻ. 3 റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഇതിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എലിമിനേഷൻ റിയാക്ഷനും റിയാക്ഷൻ വിത്ത് മെറ്റലും നെക്സ്റ്റ് പാർട്ടിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അഥവാ ഈ പാർട്ടിൽ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവണേ. 3 റിയാക്ഷൻസ് ഏതാണെന്ന് വൃത്തിയായിട്ടൊന്ന് നോട്ട് ചെയ്തോളണേ മോനെ. വരാനിരിക്കുന്ന ഹെഡിങ്ങുകൾ ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് ആദ്യമേ നോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പഠനം പ്രൊഫഷണലാക്കും. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലാസ് തീരാറായോ, ഇനി ഒരുപാട് പഠിക്കാനുണ്ടോ എന്നൊക്കെ ആദ്യമേ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. എന്താണ് കുഞ്ഞെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ചർച്ച ഹാലോ ആൽക്കെയിൻ ആണല്ലോ. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിയടാ, ഒരു ഹാലോ ആൽക്കെയിൻ ഉണ്ട്. ഈ ഹാലോ ആൽക്കെയിനിലേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ വരുന്നു. ആരാണ് ന്യൂക്ലിയോഫൈൽ എന്ന് പണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസിൽ. ആരാ ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയസ് ലവിങ് ആണ്. ന്യൂക്ലിയസിനോട് ഇഷ്ടമുള്ളവനാണ്. അപ്പോൾ ന്യൂക്ലിയസിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ സ്വാഭാവികമായും അവന് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണ്ടേ? കാരണം ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണല്ലോ. അതിനോടൊരു ഇഷ്ടം തോന്നണമെങ്കിൽ വരുന്ന ആൾക്കൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് ന്യൂക്ലിയോഫൈലിനെ നമ്മൾ NU- എന്ന് ജനറലി റെപ്രസെൻറ്റ് ചെയ്തത്. എന്ത് സംഭവിക്കും? ന്യൂക്ലിയോഫൈൽ വരുന്നു, ഹാലജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, പകരം ന്യൂക്ലിയോഫൈൽ കയറിയിരിക്കുന്നു. അത്രേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ദേടാ നോക്കിക്കേ, ആ ഹാലജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, പകരം ആ ഹാലജൻ നിന്ന പൊസിഷനിലേക്ക് ന്യൂക്ലിയോഫൈൽ കയറിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ, റിയാക്ഷൻ കഴിയുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ വന്ന ന്യൂക്ലിയോഫൈൽ എക്സിസ്റ്റ് ചെയ്യും. പകരം അവിടെ നിന്ന് ഈ ഹാലജൻ നെഗറ്റീവ് ചാർജോടുകൂടെ ഇറങ്ങിപ്പോകും. നിങ്ങളൊന്ന് പറഞ്ഞേ, വന്ന ആൾക്കും നെഗറ്റീവ് ചാർജാ, പോയ ആൾക്കും നെഗറ്റീവ് ചാർജാ?
നെഗറ്റീവ് ചാർജ് ഉള്ളവരെല്ലാം ന്യൂക്ലിയോഫൈലാണ്. അതുകൊണ്ട് തന്നെ വന്നവനും ന്യൂക്ലിയോഫൈൽ, പോയവനും ന്യൂക്ലിയോഫൈൽ എന്ന് വേണമെങ്കിൽ എനിക്ക് ഇവരെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈൽ വരുന്നു, മറ്റൊരു ന്യൂക്ലിയോഫൈൽ പോകുന്നു. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻസിനെ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പേര് വിളിക്കുന്നത്. ക്ലിയർ അല്ലേടാ? ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയാണ് അടുത്തത്. എഴുതിയിരിക്കണേ, മുകളിൽ ഞാൻ പറഞ്ഞത് വൃത്തിയായിട്ടൊന്ന് എഴുതി വെച്ചോളണേ, അതിൻ്റെ ജനറൽ റിയാക്ഷൻ. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേടാ. ഹാലജൻ എന്ന് പറഞ്ഞാൽ 4 പേരില്ലേ? ആരൊക്കെയാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പോൾ ആ 4 പേര് ഞാനിവിടെ എഴുതുകയാണേ. ഫ്ലൂറിനുണ്ട്, 6 ക്ലോറിനുണ്ട്, 6 ബ്രോമിനുണ്ട്, 6 അയഡിനുണ്ട്. ഈ 4 പേരും ഉണ്ടടാ. ഈ 4 പേരിൽ ആരാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് കാണിക്കുക? അപ്പോൾ ആ ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ ഹാലജൻ അവിടെ നിന്ന് പോകണമല്ലോ. ഹാലജൻ അവിടെ നിന്നാണ് പോയിട്ട് പകരം ന്യൂക്ലിയോഫൈൽ കയറിയല്ലേ വേണ്ടത്. അപ്പോൾ ആദ്യത്തെ പണി ഹാലജൻ അവിടെ നിന്ന് പോവുക എന്നുള്ളതാണ്. ഏത് ഹാലജനാണ് ഈ 4 എണ്ണത്തിൽ പെട്ടെന്ന് പോവുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹലോ, ഞാനെന്താ പറഞ്ഞേ? ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന ഹാലജൻസ് 4 എണ്ണത്തിൽ ആരാണ് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോവുക? നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, അയോഡിനാണ് ഇറങ്ങിപ്പോവുക. കാരണം എന്താ അറിയോ? ഈ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്ന ഫ്ലൂറിൻ എന്ന് പറയുന്ന ആൾ വളരെ ചെറിയ ആളാണ്. അയഡിൻ എന്ന് പറയുന്ന ആൾ വളരെ വലിയ ആളാണ്. വലിയ ആളാണല്ലോ അയഡിൻ. കാര്യം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടുമെന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിൽ നമ്മൾ പറയാം. അയഡിൻ ആകുന്നതിനനുസരിച്ച് സൈസ് കൂടും. അപ്പോൾ അയഡിൻ വലിയ ആളാണ്. വലിയ ആളാകുമ്പോൾ ആ ബോണ്ട് വളരെ വലുതായിരിക്കും. ആ കാർബണും അയഡിനും തമ്മിലുള്ള ബോണ്ട് വളരെ വലുതായിരിക്കും. വലിയ ബോണ്ടാണ് എന്ന് പറഞ്ഞാൽ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവാണ് എന്നല്ലട അർത്ഥം. ചെറിയ ബോണ്ടാണെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ബോണ്ടാണെന്നാണ് അർത്ഥം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? ബോണ്ട് ലെങ്ത്തും ബോണ്ട് സ്ട്രെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ബോണ്ട് ലെങ്ത്ത് വലുതാണോ, ബോണ്ട് സ്ട്രെങ്ത്ത് ചെറുതാണ്. അതുകൊണ്ട് അയഡിനുമായിട്ടുള്ള ബോണ്ട് വളരെ വലുതായതുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത്ത് വളരെ വീക്കായിരിക്കും. ആ ബോണ്ട് പൊട്ടാൻ വളരെ എളുപ്പമാണ്, ഈസി ടു ബ്രേക്കാണ്. അയഡിനുമായിട്ടുള്ള ബോണ്ട് വളരെ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അയഡിനാണ് മാറിക്കൊടുക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ പരിപാടി ആയതുകൊണ്ട് അവിടെ ഒരു ന്യൂക്ലിയോഫൈൽ വരിക എന്നുള്ളത് വളരെ ഈസിയാണ്. അതുകൊണ്ട് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന ഓർഡറിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റിയാക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അയോഡൈഡുകളാണ് പെട്ടെന്ന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുക. ഏറ്റവും കുറവ് കാണിക്കുന്നത് ഫ്ലൂറൈഡുകളാണ്. പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ +2 പഠിച്ച ഓർമ്മ വെച്ച് SN1, SN2 2 വിധമുണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഏത് വിധമാണെങ്കിലും, SN1 ആണെങ്കിലും ശരി, SN2 ആണെങ്കിലും ശരി, ഹാലജൻ മാറുന്നതിനനുസരിച്ചുള്ള ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി സെയിം ആണ്. എപ്പോഴും അയോഡൈഡുകളാണ് ഏറ്റവും പെട്ടെന്ന്, വെദർ ഇറ്റ് ഈസ് SN1 ഓർ SN2. SN1 ആണെങ്കിലും ശരി, SN2 ആണെങ്കിലും ശരി, അയോഡൈഡുകളാണ് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് എന്ന് ആദ്യമേ പഠിച്ചു വെക്കുക. ഡീലാണല്ലോ. അപ്പോൾ അത് SN1ൻ്റെയോ SN2ൻ്റെയോ പ്രോപ്പർട്ടി ആയിട്ട് മനസ്സിലാക്കേണ്ട. രണ്ടിലും ഹാലജൻ ഡിഫറൻ്റ് ആകുന്നതിനനുസരിച്ചുള്ള ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അയോഡൈഡുകൾ കൂടുതൽ ഓർത്തു വെച്ചോ. റിയേജൻ്റ് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ടേബിളാണ് ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. എടാ, ഞാൻ കുറച്ചൊരു 10-13 റിയേജൻറ്റുകൾ ഇങ്ങനെ എഴുതി തരും. അതിനനുസരിച്ച് അപ്പുറത്ത് പ്രൊഡക്റ്റും ഞാൻ തന്നെ എഴുതി തരും. എന്നിട്ട് എന്താണ് അവിടെ ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് അടുത്ത പേജിൽ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടും ഞാൻ കാണിച്ചു തരും. അപ്പോൾ കളി തുടങ്ങാം. നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിൽ ഈ കോളം വരക്കുക. ഒന്നാമത്തെ കോളത്തിൻ്റെ ഹെഡിങ് റിയേജൻ്റ് എന്നാണ്, രണ്ടാമത്തെ കോളത്തിൻ്റെ ഹെഡിങ് പ്രൊഡക്റ്റ് എന്നാണ്. ഞാനിവിടെ എഴുതുന്ന റിയേജൻ്റ് ആരാണെന്ന് വ്യക്തമായി കണ്ടതിന് ശേഷം ആ പ്രൊഡക്റ്റ് ഏതാണ് ഞാൻ നോട്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. ഇതാ പഠിച്ച മോനെ, റിയേജൻ്റ് H2O, സബ്സേബയുടെ ശുദ്ധപാനി പച്ചവെള്ളം. H2O വന്നാൽ പ്രൊഡക്റ്റ് ROH ആയിരിക്കും. നോട്ട് ചെയ്യണേ. NaOH എൻ്റെ കൂടെ എഴുതിക്കോ. NaOH വന്നാലും ROH തന്നെയായിരിക്കും. അടുത്തത് KOH ആണ്. KOH ബ്രാക്കറ്റിൽ അക്വസ് എന്ന് എഴുതണേ. ആൽക്കഹോളിക് KOH അല്ല. ആൽക്കഹോളിക് KOH ആണെങ്കിൽ കളി മാറും. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അക്വസ് KOH ആണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുള്ളൂ. അവിടെയും ആൽക്കഹോൾ ROH തന്നെയാണ് പ്രൊഡക്റ്റ്. ക്ലിയർ അല്ലേടാ? അടുത്തിലേക്ക് വരാം. ശരിക്കും ശ്രദ്ധിച്ചോ. NaCN വന്നാൽ RCN വരും. RCN. ഓക്കെ. KCN വന്നാലും പൊട്ടാസ്യം സയനൈഡ് വന്നാലും RCN വരും. പക്ഷേ AgCN ആണ് വരുന്നതെങ്കിൽ പ്രൊഡക്റ്റ് RNC ആണ്. പഠിച്ചു വെച്ചോ. ഐസോസയനൈഡ് കിട്ടും. ഐസോസയനൈഡ്. അടുത്ത നോക്കിയടാ. NaNO2 പഠിക്കണേ. RONO. RONO.
KNO2 ആണെങ്കിലോ ഇതെങ്ങനെയാണ് പഠിക്കുക, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ഇപ്പോൾ നിങ്ങളിതൊന്ന് എഴുതിയെടുക്കുക എൻ്റെ കൂടെ, RONO. പക്ഷേ AgNO2 ആണെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, RNO2 ആണ് എന്നോർത്ത് വെച്ചേക്കുക. RNO2 ക്ലിയർ അല്ലേടാ? ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ RH വരും, RH വരും. ക്ലിയർ അല്ലേടാ? അപ്പോൾ ആരൊക്കെയായി? അടുത്ത പഠിച്ചോളണേ. ആരാ? RCOOAg. ഇതാരാ അറിയോ? RCOOAg ഒന്നുമില്ല, ആരാണ്? സിൽവർ കാർബോക്സിലേറ്റ് എന്നാണ് ഇവനെ പേര് പറയുക. വിട്ടേക്ക്. കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ടായിട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റ് ചേർത്താണല്ലോ പറയുക. അപ്പോൾ സിൽവർ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ RCOOR വരും, RCOOR. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ R' എന്ന് കൊടുക്കാം, അപ്പോൾ ഇവിടെയും R' വരും, R'COOR. 2 R'ും ഒന്നല്ല, അല്ലെങ്കിൽ ഒന്നാവണമെന്ന് നിർബന്ധമില്ല എന്ന് കാണിക്കാനാണ് ഒന്ന് R' കൊടുത്തത്. ഇനി അടുത്തത് R'(MgX) ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, R വരും, R. എത്രണ്ണായി എന്നൊന്ന് നോക്കിക്കേടാ. ഞാനൊന്ന് ഇങ്ങനെ എണ്ണി നോക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 12. ഇനിയിപ്പോൾ ആരാ? H2O പറഞ്ഞു, NaOH, KOH, NaCN, KCN, AgCN, NaNO2, KNO2, AgNO2, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, R'(COOH), R'(MgX). ഒരു 2 സെൻറ്റ് സ്ഥലം അതിൻ്റെ താഴെ വിട്ടേക്ക്. ഏതെങ്കിലുമൊക്കെ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഓർമ്മ വരികയാണെങ്കിൽ നമുക്കവിടെ ആഡ് ചെയ്തിട്ടേക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റ് പിടിച്ചോടാ, ഈ ലിസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചേടാ. ഇനി നിങ്ങൾ ചെയ്യാനുള്ള പണി എന്താ അറിയോ? ഇവിടെ നിന്നാണ് ക്ലാസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ക്ലാസ് കാണുക, പിന്നെ ഇതിരുന്ന് പഠിക്കുക എന്നുള്ളത് 2 പ്രോസസ്സാക്കി മാറ്റാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയണേ. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഈ പഠിപ്പിച്ച ടേബിൾ നിർബന്ധമായിട്ടാണ് പഠിക്കുക. ഇപ്പം തന്നെയാണ് പഠിക്കുക, 2 മിനിറ്റ് മതി, ഇത് പഠിക്കാൻ 2 മിനിറ്റ് മതിയാവും. റിയേജൻറ്റ് മാറുന്നതിനനുസരിച്ച് റിയാക്റ്റൻറ്റിൽ വരുന്ന ഡിഫറൻസ് എന്ത് എന്ന് ഒന്നിപ്പോൾ തന്നെ അങ്ങോട്ട് പഠിച്ചു വെച്ചേക്ക് മോനെ, ശരിക്കും പഠിച്ചു വെച്ചോളണേ. എന്നിട്ട് കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കിക്കേടാ, ഇവിടെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യാനുള്ള 2 ആൾ ഇയാളായിരിക്കും. AgCN വരുമ്പോൾ RNC, ശരിയല്ലേ? കാര്യം ബാക്കിയുള്ളിടത്തൊക്കെ CN വരുമ്പോൾ CN തന്നെ വന്നിരുന്നത്, പക്ഷേ AgCN ആകുമ്പോൾ NC എന്നാണ് വരുന്നത്. അതുപോലെ NaNO2 KNO2 ഒരുപോലെയാണ്, പക്ഷേ AgNO2 വരുമ്പോൾ RNO2. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. സാറേ AG വരുമ്പോൾ തിരിഞ്ഞു വരവുണ്ടല്ലോ, അതൊരു പ്രയാസമാണ്. അത് ഓർക്കാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. സിൽവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നൈട്രജനാണ് അറ്റാച്ച് ചെയ്യുക എന്ന് ഓർത്താൽ മതി. എങ്ങനെയാണ് പറഞ്ഞത്? സിൽവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാൽക്കൽ ഹാലൈഡിലേക്ക് ഉപയോഗിക്കുന്നത് AgCN ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ സിൽവർ ആണല്ലോ, Ag ആണല്ലോ. സിൽവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നൈട്രജൻ അറ്റാച്ച് ചെയ്യുക. R പോയിട്ട് Rൻ്റെ കൂടെയുള്ള X പോയിട്ട് CN വരുമോ NC വരുമോ എന്നുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുക. Ag ആവുമ്പോൾ തിരിഞ്ഞിട്ടായിരുന്നു, അത് തിരിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുക. മോനെ, സിൽവർ ആണോ ഉപയോഗിച്ചത്? നൈട്രജനാണ് അറ്റാച്ച് ചെയ്യുക. ഇവിടെ സിൽവർ ആണല്ലോ ഉപയോഗിച്ചത്, അപ്പം നൈട്രജനാണ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ CN വരണോ NC വരണോ? NC വരണം. കളി മനസ്സിലായില്ലേ? എന്ന പോലെ ആൽക്കൈൽ ഹാലൈഡിലേക്ക് AgNO2 ആണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുക. മറക്കാതിരിക്കാനാണ് AgNO2. അപ്പോൾ RNO2 വരിക അല്ലേ? നേരത്തെ നമ്മളത് പഠിപ്പിച്ചതാണ്. എങ്ങനെ ഓർക്കുക? ഇവിടെ സിൽവർ ആണല്ലോ, അപ്പം നൈട്രജനാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് NO2 വരുമോ ONO വരുമോ എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട് അല്ലേ? മുകളിലൊക്കെ ONO ആണ്, ഇവിടെ NO2 ആണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. സിൽവർ ഉപയോഗിച്ചോ നൈട്രജൻ അറ്റാച്ച് ചെയ്യും, അപ്പോൾ ONO വരില്ല, NO2 എന്നാണ് വരിക. ക്ലിയർ അല്ലേടാ? അപ്പോൾ അത് നിങ്ങളൊന്ന് നിർബന്ധമായിട്ടൊന്ന് കാണാതെ പഠിച്ചു വെച്ചേടാ. ഈ ടേബിൾ നിർബന്ധമായിട്ടും നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെച്ചോ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചേടാ. ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക് CH3Cl. ആരോ മാർക്കിന് മുകളിൽ ആരാണ്? NaCN ആയിക്കോട്ടെ, NaCN. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് എന്നാ പറഞ്ഞേ? സിമ്പിളാണ്. ഹാലജൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകും, ഈ ഹാലജൻ പോകും. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? CH3 എന്ന് മാത്രമല്ല ഇടാ ഉള്ളത്. ആ CH3യിലേക്ക് ആര് വരും എന്നാണ് ഞാൻ ടേബിളിൽ പഠിപ്പിച്ചത്? RCN വരും. അപ്പോൾ CH3CN എന്നായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക. കളി മനസ്സിലായില്ലേ? എന്നാൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് CH3 CH2Br, ഈതൈൽ ബ്രോമൈഡ്. ഈതൈൽ ബ്രോമൈഡിലേക്ക് ഞാൻ AgNO2 ഉപയോഗിച്ചു. AgNO2 ഉപയോഗിച്ചാൽ എന്ത് വരുന്നതാണ് ഞാൻ പറഞ്ഞേ? NO2 കയറി വരും. അപ്പോൾ CH3 CH2NO2, CH3 CH2NO2. ക്ലിയർ അല്ലേടാ? എന്നാൽ അടുത്തൊന്ന് നോക്കിയടാ. ഇവിടെ ഇങ്ങനെ ഒരു 2-ക്ലോറോപെൻറ്റൈൻ ഉണ്ട്. കണ്ടാൽ മനസ്സിലാവില്ലേ? 2-ക്ലോറോപെൻറ്റൈൻ. ഈ 2-ക്ലോറോപെൻറ്റൈനിലേക്ക് ഞാൻ എന്താ ഉപയോഗിച്ചതെന്ന് നോക്കിയാൽ NaOH ആണ് ഞാൻ ഉപയോഗിക്കുന്നത്.
NaOH. അപ്പോൾ എന്ത് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞേ, ഹാലജൻ അവിടെ നിന്ന് പോകും, പകരം അവിടെ OH കയറും എന്നല്ലേ നമ്മളെ ടേബിളിലുള്ളത്. NaOH ഉപയോഗിച്ചാൽ OH ആണ് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ബാക്കി ഉണ്ടാവുക. അപ്പോൾ ക്ലോറിൻ പോയി പകരം OH വരും. ഇങ്ങനെ നമുക്ക് കോടാനുകോടി റിയാക്ഷൻസ് എഴുതിക്കൂടെടാ. ഈ ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ മാറ്റിക്കൂടെ? ആ ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് റിയേജൻറ്റും അങ്ങനെ മാറ്റി മാറ്റി കളിച്ചൂടെ? ഒരുപാട് റിയാക്ഷൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതാ ഞാൻ അടുത്തത് ഒരു ബെൻസൈൽ ക്ലോറൈഡ് വരയ്ക്കുകയാണ്. ദാ CH2Cl. ഇവനല്ലടാ ബെൻസൈൽ ക്ലോറൈഡ്, നിങ്ങളതൊക്കെ ഓർക്കുന്നില്ലേ? ക്ലോറോബെൻസീനും ബെൻസൈൽ ക്ലോറൈഡും രണ്ടാണെന്നുള്ളത് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഇതിലേക്ക് ഞാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങളെ എന്ത് സംഭവിക്കും? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാലജൻ പോകും, പകരം ഹൈഡ്രജൻ വരും. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ CH2വിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ കൂടി വരും. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ CH3 എന്ന് ബാക്കിയാകും, ടോളുവീൻ കിട്ടും. ക്ലിയർ അല്ലേടാ? ടോളുവീൻ കിട്ടും. ഇങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് നമുക്കിനി എഴുതാൻ പറ്റും. എല്ലായിടത്തും സിമ്പിളാ. ഹാലജനാണ് പോവുക, പകരം ഒരു ന്യൂക്ലിയോഫൈൽ കയറി വരും. ആരാ കയറി വരിക എന്നുള്ളതാണ് ഈ ടേബിളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. റിയേജൻ്റ് ആരായി വരണേ എന്നുള്ളതിനനുസരിച്ച് പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന മാറ്റം ഒബ്സർവ് ചെയ്തിട്ട് സിമ്പിളായി നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങളെ, ഈ ഒരു റിയാക്ഷൻ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒരു ക്വസ്റ്റ്യനായിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് എഴുതിയെടുത്തിട്ട് ഇതിലുള്ള A ആരാണ്, B ആരാണ്, C ആരാണ് എന്ന് നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്ത് നോക്ക്. കിട്ടിയിട്ട് ആ കിട്ടിയ ഉത്തരം ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഉത്തരം ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങളെ, എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണേ, ചാടി നിൽക്കണേ. എല്ലാവരും ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ എഴുത്ത് തീർന്നിരിക്കണേ, പ്രൊഫഷണലായിട്ട് പഠിച്ചോളണേ. പിടിച്ചോമനെ, ഞാൻ ഉത്തരം പറയാൻ പോവാണ്. A ആരാണെന്ന് നോക്കിക്കോ. ആരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രൊപ്പീനാണ്. പ്രൊപ്പീനിലേക്ക് B2H6 THF എന്ന് കണ്ടാൽ തന്നെ അത് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷനാണ്. ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആൽക്കീനിൻ്റെ മെത്തേഡ്, ആൽക്കീനിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? 1 molecule water according to anti-Markovnikov rule take place. അങ്ങനെയല്ലടാ പഠിപ്പിച്ചേ. അപ്പോൾ anti-Markovnikov rule take place. CH3 CH2 CH2OH എന്നാണ് ആൻസർ വരിക. കുറേ പേര് ചിലപ്പോൾ ഇതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളെ, ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, സാറേ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു തരുമ്പോണ്ടല്ലോ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ നോട്ട് എഴുതുമ്പോഴും ഞങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ട്, പക്ഷെ പഠിച്ചു പോയ റിയാക്ഷൻ പിന്നീട് ഒരിക്കൽ വരുമ്പോൾ ഞങ്ങൾക്കത് കൺഫ്യൂഷൻ ആകുന്നു, അല്ലെങ്കിൽ അപ്പം നമ്മളത് മറക്കുന്നു. ഒരു ചാപ്റ്ററിൽ തന്നെ 100-200 റിയേജൻ്റൊക്കെ പറയുമ്പോൾ നമ്മളതൊക്കെ കൺഫ്യൂഷൻ ആകുന്നു എന്നുള്ളത് എപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നൊരു കംപ്ലൈൻ്റ് ആണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലരും അത് കണക്ട് ചെയ്യുന്നുണ്ടാകും. ശരിയാ സാറേ, ഞങ്ങൾക്കും അതാണ് പ്രശ്നം. എടാ, അതിനൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് തീർന്നിട്ടുണ്ട്. ഇനി അത് പബ്ലിഷ് ചെയ്യാനുണ്ട്. ഞങ്ങളൊരു ബുക്ക് അതിനു വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ആ ബുക്കിൽ തിയറി പഠിപ്പിക്കലല്ല, ആ ബുക്കിൽ തിയറി ഇല്ല, റിയാക്ഷൻസ് ഇല്ല, ഒന്നുമില്ല. പിന്നെന്താ പറയുക, കുറേ ക്വസ്റ്റ്യൻസാണ്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളതാണ്? ഇതാ ഈ ടൈപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ കണ്ടില്ലേ, ഒരു റിയാക്റ്റൻ്റ് A തരുന്നു, അതിലേക്ക് മറ്റൊരു റിയേജൻ്റ് ഉപയോഗിക്കുന്നു, B കിട്ടുന്നു, പിന്നെ C കിട്ടുന്നു. അങ്ങനെ CDEFGHIJKLMN വരെയൊക്കെയുള്ള ചെയിൻ റിയാക്ഷൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻ ഉള്ള ഒരു ബുക്ക്. അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു 1.5 മാസമായിട്ട് ഞാൻ അതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു, ഈ എഴുത്ത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ചാപ്റ്ററിലും ആദ്യം ലെവൽ 1 ഫസ്റ്റ് ഒറ്റയടിക്ക് നിങ്ങൾ ചാപ്റ്റർ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ലെവൽ 2 കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുള്ള, കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് കോർ അല്ലെങ്കിൽ ഒരു റീകോൾ കോർ എന്ന പേരിൽ ഇങ്ങനെയുള്ള കുറച്ച് ചെയിൻ റിയാക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ പഠിച്ചു പോയ, മറന്നുപോയ റിയാക്ഷൻസ് എല്ലാം നമുക്കവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ അത് ചെയ്ത് നിങ്ങളതിൽ മാസ്റ്ററാകും, ഉറപ്പാണ്. അത്രയ്ക്ക് അതിൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ട്. വെറുതെ ഇരുന്നുണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കോപ്പി പേസ്റ്റ് അതല്ല. ഒരു 500ഓളം റിയാക്ഷൻസ് നിങ്ങളുടെ ഏതിലുണ്ട്? ഓർഗാനിക് കെമിസ്ട്രിയിലുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനും ഒക്കെ അതിലൊരു റിയാക്ഷൻ പോലും വിട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടാക്കിയ ചെയിൻ റിയാക്ഷൻസാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. അതിന് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു പ്രിൻറ്റിങ് ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് 2024-ലോ 2025-ലോ 2026-ലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്.
നിങ്ങൾക്ക് ആ ഓർഗാനിക് കെമിസ്ട്രി മറന്നു പോകുന്നതിനുള്ള ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആയിരിക്കുമെന്ന് ഞാൻ 100% നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഉറപ്പായിട്ടും. അതുകൊണ്ട് അതൊരു കോപ്പി നിങ്ങൾ മറക്കാതെ വാങ്ങുന്നത് ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എന്നുള്ളതല്ല ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹൈലി ബെനിഫിഷ്യൽ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ആ സൊല്യൂഷൻ എങ്ങനെയാണ് കിട്ടിയത് എന്ന് മനസ്സിലാവാത്തവർക്ക് അവിടെ തന്നെ ആ സൊല്യൂഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയുടെ QR കോഡും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സാർ ഇതെങ്ങനെ വന്നു എന്നുള്ളതൊന്നും മനസ്സിലായില്ല, നിങ്ങൾ അവിടെ ആകെ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ എങ്ങനെ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊരു കോപ്പി വാങ്ങി നോക്കുക. എന്നിട്ട് ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളും നന്നാവട്ടെ, ഞങ്ങളും നന്നാവട്ടെ. ബി നോക്കിക്കേ. ഇതാ ആൽക്കഹോൾ കിട്ടി, പ്രൈമറി ആൽക്കഹോൾ കിട്ടി. ആ പ്രൈമറി ആൽക്കഹോളിലേക്ക് ആരാ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കിയേ, SOCl2 തയോണൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചാൽ ബെസ്റ്റ് മെത്തേഡ് ടു പ്രിപ്പയർ ആൽക്കൈൽ ഹാലൈഡ് ഫ്രം ആൽക്കഹോൾ എന്ന് പണ്ട് ഇതേ വലുപ്പത്തിലൊരു തന്ത ഈ വീഡിയോയിൽ ഈ ചാനലിൽ തന്നെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കും? OH പോകും, പകരം ക്ലോറിൻ വരും. ഇതേ നോക്കിയടാ, CH3 CH2 എന്നിട്ട് അവിടെ ക്ലോറിൻ വരും. ഇതാണ് ബി. ശരിയല്ലേടാ? സി നോക്കിയടാ, ഇന്ന് പഠിച്ചത് ആ ബിയിലേക്ക് നമ്മൾ KCN ആണ് ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം സയനൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ പോയിട്ട് പകരം CN കയറും എന്നല്ലേ ഞാൻ പഠിപ്പിച്ചേ. സോ ദി പ്രൊഡക്റ്റ് C is CH3 CH2 CN. ക്ലിയർ അല്ലേടാ? വെരി സിമ്പിൾ റിയാക്ഷൻ. ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഇത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതാണ് മോനെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചേ. ഹൗ മെനി മോൾസ് ഓഫ് AgCl ആർ ഫോംഡ് വെൻ excess of AgNO3 is treated with the given compound. ഒരു കോമ്പൗണ്ട് അവിടെ തന്നിട്ടുണ്ട്. ആ കോമ്പൗണ്ടിൽ 5 ക്ലോറിനുകളുണ്ട്. സൂക്ഷിച്ച് നോക്കിയടാ, 5 ക്ലോറിൻ ഇല്ലേടാ? 1 2 3 4 5 എണ്ണി നോക്കിയാൽ മനസ്സിലാകും. 5 ക്ലോറിൻ ഉണ്ട്. അതിലേക്ക് ഞാൻ AgNO3 ഉപയോഗിക്കുകയാണ്. AgNO3 ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക? ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. ഇതാ AgNO2 അല്ലെങ്കിൽ AgNO3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ പോയി പകരം NO2 കയറി വരും എന്നല്ലേടാ ഞാൻ നിങ്ങളോട് പറഞ്ഞേ. ക്ലോറിൻ പോയിട്ട് പകരം കയറി വരും, NO2 കയറി വരും. പൊന്നുമക്കളെ, AgNO3 ഉപയോഗിച്ചിട്ട് ഹാലജൻ്റെ പ്രസൻസ് കണ്ടെത്തുന്ന ഒരു ടെസ്റ്റ് തന്നെ കെമിസ്ട്രിയിലുണ്ട്. അതായത് എൻ്റെ കയ്യിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്, ആ കോമ്പൗണ്ടിലേക്ക് ഞാൻ AgNO3 ഒഴിക്കുകയാണ്. അവിടെ ഹാലജൻ ഉണ്ടെങ്കിൽ ആ ഹാലജനെ ഏറ്റുപിടിച്ചിട്ട് AgClO AgBrO ആ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഹാലജൻ ഉണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണ് AgNO3 ഉപയോഗിക്കുക എന്നുള്ളത്. എടാ, എൻ്റെ കയ്യിലൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, ഇതിൽ ഹാലജൻ ഉണ്ടോ എന്നറിയാൻ അതിലേക്ക് AgNO3 ഒഴിച്ചാൽ മതി. അപ്പോൾ AgNO3 ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹാലജൻ ഉണ്ടെങ്കിൽ AgCl അല്ലെങ്കിൽ Agx ജനറലി ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ 5 ഹാലജൻസ് ഉണ്ടല്ലോ. 5 ക്ലോറിനുകളിൽ ഏതെല്ലാം ക്ലോറിനുകൾ Ag വിളിക്കുമ്പോൾ കൂടെ പോകും, ഏതെല്ലാം ക്ലോറിനുകൾ Ag വിളിക്കുമ്പോഴും കുലുങ്ങാതെ നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പൊന്നെ നോയിക്കോട്ടാ, ഇതിലേതൊക്കെ ക്ലോറിനുകളാണ് Agയുടെ കൂടെ പോയിട്ട് AgCl ഉണ്ടാവുക? ഞാൻ വിരൽ വെക്കുന്ന ക്ലോറിനെ കുറിച്ച് നിങ്ങൾ പറ. ഇവൻ Agയുടെ കൂടെ പോകുമോ? പോകും. ഇവൻ Agയുടെ കൂടെ പോകുമോ? പോവില്ല. ഇവൻ Agയുടെ കൂടെ പോകുമോ? പോകും. ഇവൻ Agയുടെ കൂടെ പോകുമോ? പോവില്ല. ഇവൻ Agയുടെ കൂടെ പോകുമോ? പോകും. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിൻ്റെ തിയറി പറഞ്ഞു തരണം. മോനെ പഠിച്ചു വെച്ചോ. ഹാലജൻ അറ്റ് ഞാൻ ഇനി പറയുന്ന 3 പൊസിഷനിലുള്ള ഹാലജൻസ് റീപ്ലേസബിൾ അല്ല. പഠിച്ചു വെച്ചോ. എൻട്രൻസിന് വളരെ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇനി പറയുന്ന 3 പൊസിഷനിലുള്ളത് ആരാ? ഒന്ന്, ഡബിൾ ബോണ്ടഡ് കാർബൺ, ഹാലജൻ അറ്റ് ഡബിൾ ബോണ്ടഡ് കാർബൺ, ഹാലജൻ അറ്റ് ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ, ഹാലജൻ അറ്റ് ബ്രിഡ്ജ് ഹെഡ്. ഈ 3 പൊസിഷനിലുള്ള ഹാലജൻ cannot be substituted. വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചോ, cannot be substituted. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ 3 പൊസിഷനിലുള്ള ഹാലജൻസ് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ അല്ല. ആ ഹാലജൻ പോയി പകരം വേറൊരുത്തൻ വരൂല. വരണമെങ്കിൽ വളരെ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അത് ഹാലോ അരീൻസിൽ ഞാൻ വേറെ പഠിപ്പിക്കും. ഡൗസ് പ്രോസസ്സൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറയും, വിട്ടേക്ക്. നോർമലി ഈ 3 പൊസിഷനിലുള്ള ഹാലജൻ കുലുങ്ങൂല മോനെ. ആര് AgNO3 അല്ലോ എൻ്റെ വാപ്പ ഒന്ന് വിളിച്ചാലും ഹാലജൻ പോവില്ല എന്ന്. കൺഫ്യൂഷൻ വേണ്ട. ഇനി AgNO3 ആണോ AgNO2 ആണോ എന്നൊന്നും കൺഫ്യൂഷൻ വേണ്ട. രണ്ടാണെങ്കിലും NO2 കയറി വരും.
അത് വിട്ടേക്ക്. നിങ്ങൾ കുറേ ആൾക്കാർ അത് ആലോചിച്ചിരിക്കുന്നുണ്ടാകും എനിക്കറിയാം. ഇവിടെ AgNO3 പറഞ്ഞു, അവിടെ AgNO2 പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ അതൊക്കെ വിട്ടേക്ക്. ഏതാണെങ്കിലും ക്ലോറിൻ പോയി NO2 വരും. വരുന്നത് NO2 ആണ്. അപ്പോൾ പറഞ്ഞേടാ, ഞാനിപ്പോൾ ഹാലജൻസ് റീപ്ലേസ് ചെയ്യില്ല എന്ന് പറഞ്ഞ 5 എണ്ണത്തിൽ 3 എണ്ണം റീപ്ലേസബിൾ ആണ്, 2 എണ്ണം റീപ്ലേസബിൾ അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേടാ. ആ 2 ആൾക്കാരെ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഒന്ന് ഇവനാണ്. ഇവൻ എന്തുകൊണ്ട് അവിടെ നിന്ന് പോകൂല? കാരണം ആ ക്ലോറിൻ ഉള്ളതൊരു ഡബിൾ ബോണ്ടഡ് കാർബണിലാണ്. ക്ലിയർ അല്ലേ? എന്ന പോലെ ഈ ക്ലോറിനും അവിടെ നിന്ന് പോകില്ല. കാരണം ആ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ബ്രിഡ്ജ് ഹെഡിലാണ്. 2 റിങ്ങുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നിടമാണ് ബ്രിഡ്ജ് ഹെഡ്. പഠിച്ചു വെച്ചോ. ആ ബ്രിഡ്ജ് ഹെഡിലുള്ള ക്ലോറിനും റീപ്ലേസബിൾ അല്ല. അപ്പോൾ റീപ്ലേസബിൾ ആയിട്ടുള്ള ക്ലോറിനൊക്കെ അവിടെ നിന്ന് പോയിട്ട് പകരം അവിടെയൊക്കെ NO2 കയറി വന്നോളും. അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. ദാ ഒരു 6 കാർബണുള്ള ഒരു റിങ്ങും 5 കാർബണുള്ള മറ്റൊരു റിങ്ങുമാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇവിടെയുള്ള ക്ലോറിൻ കുലുങ്ങൂല, ഇവിടെയുള്ള ക്ലോറിനും കുലുങ്ങൂല. ബാക്കി ഉണ്ടായിരുന്ന 3 ക്ലോറിനും പോയി പകരം അവിടെ NO2 വരും. ദേ ഇവിടെ വരുന്നു NO2, ഇവിടെ വരുന്നു NO2, പിന്നെ ആരാ ഇവിടെ വരുന്നു NO2. ക്ലിയർ അല്ലേടാ? അവിടെ ഉണ്ടായിരുന്ന ക്ലോറിനൊക്കെ പോയിട്ട് NO2 വരും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എത്ര ക്ലോറിൻ ഇപ്പോൾ ഇവിടുന്ന് പോയി? 3 ക്ലോറിൻ അല്ലേ പോയത്. അപ്പോൾ എത്ര മോൾ AgCl ഉണ്ടാകും? 3 മോൾ AgCl കിട്ടും. നമ്മളെ ക്വസ്റ്റ്യൻ അതായിരുന്നു, എത്ര മോൾ AgCl കിട്ടും എന്നാണ് ചോദിക്കണേ. ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഈ ഒരു കോമ്പൗണ്ട് 1 മോൾ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എക്സസ് ഓഫ് AgNO3 ഒഴിച്ചു കഴിഞ്ഞാൽ 3 മോൾ AgNO3 കിട്ടും. അപ്പോൾ AgCl കിട്ടും. എത്ര AgCl കിട്ടും എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എത്ര ക്ലോറിൻസ് റീപ്ലേസബിൾ ആണ് എന്നുള്ളത് നോക്കിയാൽ മതി. ക്ലോറിൻ അറ്റ് ഡബിൾ ബോണ്ടഡ് കാർബൺ, ക്ലോറിൻ അറ്റ് ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആൻഡ് ക്ലോറിൻ അറ്റ് ബ്രിഡ്ജ് ഹെഡ് കാനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ബാക്കിയുള്ള എല്ലാ ക്ലോറിനുകളും സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്. ആ ക്ലോറിനുകളെല്ലാം AG വിളിക്കുമ്പോൾ കൂടെ പോകും. അത് എത്ര ക്ലോറിൻ ഉണ്ട് നോക്കിയാൽ മതി. ഇവിടെ 3 എണ്ണം ആയതുകൊണ്ട് 3 മോൾ AgCl കിട്ടും. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഇവിടെ ചോദിച്ചത് എത്ര മോൾ AgCl കിട്ടും എന്നാണെങ്കിലും ഇവിടെ കിട്ടുന്ന മറ്റേ മെയിൻ പ്രൊഡക്റ്റ് ആരാണെന്നുള്ളത് കൂടി കാണാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. 3 മോൾ AgCl ആണ് കിട്ടുക എന്നുള്ളത് കൂട്ടത്തിലൊന്ന് ഓർത്ത് വെച്ചേക്കുക. പൊന്നുമോനെ അത് വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് ആൻസർ പറഞ്ഞേ. ബെൻസീൻ നിങ്ങൾ ഡയറക്റ്റായി അറ്റാച്ച് ചെയ്ത ഒരു ക്ലോറിനുമുണ്ട്. ബെൻസീൻ നിങ്ങൾ CH2Cl എന്ന് പറയുന്ന ഒരു ക്ലോറിനുമുണ്ട്. അതിലേക്ക് ഞാൻ അക്വസ് KOH ഉപയോഗിക്കുന്നു. അക്വസ് KOHൻ്റെ പണി എന്താ? ഹാലജനെ റിമൂവ് ചെയ്ത് പകരം അവിടെ ആരെ കൊടുക്കണം? OHനെ കൊടുക്കണം എന്നുള്ളതാണ്. ചോദ്യത്തിന് മറുപടി പറയണേ. ഞാൻ വിരൽ വെക്കുന്ന ക്ലോറിൻ റീപ്ലേസബിൾ ആണോ? അല്ല. കാരണം ആ ക്ലോറിൻ അറ്റാച്ച് ചെയ്തത് ബെൻസീൻ റിങ്ങിലാണ്. ബെൻസീൻ റിങ്ങിൽ എല്ലാ കാർബണും ഡബിൾ ബോണ്ടഡ് കാർബൺ അല്ലേടാ. ബെൻസീൻ റിങ്ങിൽ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ടുകളില്ലേ. അപ്പോൾ എല്ലാ കാർബണും ഡബിൾ ബോണ്ടഡ് കാർബണാണ്. ആ ക്ലോറിൻ റീപ്ലേസബിൾ അല്ല. അതുകൊണ്ട് ആ ക്ലോറിൻ അവിടെ തന്നെ കിടക്കും. ആ ക്ലോറിൻ അവിടെ തന്നെ കിടക്കും. താഴെയുള്ള ക്ലോറിൻ CH2ൻ്റെ കൂടെ ഉള്ളതാ. അവൻ പോകും. അവൻ പോയിട്ട് പകരം അവിടെ OH കയറി വരും. അപ്പോൾ ഇവിടെ KOH ഉപയോഗിച്ചാലും മുകളിലുള്ള ക്ലോറിൻ റീപ്ലേസബിൾ അല്ല. എന്തുകൊണ്ടെന്ന് മനസ്സിലായില്ലേ? ദാറ്റ് ക്ലോറിൻ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ഡബിൾ ബോണ്ടഡ് കാർബൺ, ഈസ് അറ്റാച്ച്ഡ് ടു എ ഡബിൾ ബോണ്ടഡ് കാർബൺ വിച്ച് കാനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ ക്ലോറിൻ അവിടെ കിടക്കും. താഴെയുള്ള ക്ലോറിൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ക്ലോറിൻ പോയി പകരം അവിടെ OH വരും എന്നുള്ളതാണ് ഇവിടുത്തെ റിയാക്ഷൻ. കുഞ്ഞുങ്ങളെ, ആ കാര്യം ക്ലിയർ ആണല്ലോ. ഇനി പുതിയ ഒരു കണ്ടന്റ് പറയുകയാണ്. ഞാൻ നിങ്ങളോട് 10-12 ആളുകളുടെ ലിസ്റ്റ് തന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ അക്വസ് KOH എന്ന് പ്രത്യേകം പറയണം. അത് ആൽക്കഹോളിക് KOH ആണെങ്കിൽ കളി മാറുമെന്ന്. ആൽക്കഹോളിക് KOHൻ്റെ പണി പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എടാ അക്വസ് KOH ആണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് നടക്കുക. എന്ത് സംഭവിക്കും? CH3 CH2 Cl പോയിട്ട് പകരം അവിടെ OH വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം ക്ലിയർ അല്ലേടാ? Cl പോയിട്ട് OH വരും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സാധനം. പക്ഷേ ആൽക്കഹോളിക് KOHൻ്റെ പണി ബീറ്റ എലിമിനേഷൻ ആണെന്ന് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ആൽക്കഹോളിക് KOH ആണെങ്കിൽ ആൽഫ കാർബണിൽ നിന്ന് ക്ലോറിനും ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോയി അവിടെ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന ആൽക്കീൻ ആണ് കിട്ടുക. പഠിച്ചു വെച്ചോ. ആൽക്കഹോളിക് ആണെങ്കിൽ വാട്ടർ പോകും. അക്വസ് ആണെങ്കിൽ ക്ലോറിൻ മാത്രം പോയിട്ട് പകരം അവിടെ OH വരും. ആൽക്കഹോളിക് KOH ആണെങ്കിൽ വാട്ടർ പോകുന്നല്ല, HCl പോകും. HCl എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അക്വസ് KOH ആണെങ്കിൽ ക്ലോറിൻ മാത്രം പോയി OH കയറി വരും. ഇത് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇയാൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ? ഒരാൾ പോയി പകരം ഒരാൾ വന്നു. ഇത് എലിമിനേഷനാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. എന്താ ഡിഫറൻസ്? ഇത് എലിമിനേഷനാണ്. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളാണ് പോകുന്നതേ കണ്ടുള്ളൂ, പകരം വേറെ ആരും വന്നില്ല. അവർക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറുകയാണ് ചെയ്തത്.
അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. SN റിയാക്ഷൻ എന്ന് ഷോർട്ടാക്കി എഴുതിയാൽ അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ടൈപ്സ് ഓഫ് SN റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 2 വിധമുണ്ട്. മെക്കാനിസം 2 വിധത്തിലാണ്. അപ്പോൾ അത് പബ്ലിക് എക്സാമിന് പഠിക്കേണ്ട രീതിയും എൻട്രൻസിന് പഠിക്കേണ്ട രീതിയും 2ആണ്. അതിൻ്റെ ചിത്രമൊക്കെ വരച്ച് വളരെ സംഭവമാക്കി മറ്റെന്തോ കോലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻട്രൻസിന് ആവശ്യമുള്ളത് എന്തോ ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞുതരും. അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊള്ളണം മോനെ. 2 വിധത്തിലാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. ഒന്നാമൻ്റെ പേര് നിങ്ങളിവനറിയും, SN1 റിയാക്ഷൻ. രണ്ടാമൻ്റെ പേര് പറഞ്ഞോ, SN2 റിയാക്ഷൻ. SN1ൻ്റെ ഫുൾ നെയിം എന്താടാ? ഞാനിവിടെ എഴുതുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് പിന്നെന്താ യൂണിമോളിക്കുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ എന്നതാണ് SN1ൻ്റെ ഫുൾ ഫോം. അപ്പോൾ SN2ൻ്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയാം, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഡൈമോളിക്കുലാർ എന്ന് കണ്ടാൽ അതൊക്കെ ഒന്ന് തന്നെ കേട്ടോ കുഞ്ഞെ, അതിലൊന്നും എന്നെ ക്രൂശിക്കരുതേ. ബൈയും ഡൈയും യൂണി മോണോ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. യൂണിമോളിക്കുലാർ എന്ന് പറയുന്നവരും മോണോമോളിക്കുലാർ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. ബൈമോളിക്കുലാർ എന്നും ഡൈമോളിക്കുലാർ എന്ന് പറയുന്നവരുമുണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ടേബിൾ വരച്ചോ. SN1 SN2 തമ്മിലുള്ള ഡിഫറൻസ് വെരി ഇമ്പോർട്ടൻറ്റ്, നിർബന്ധമായും പഠിച്ചു വെക്കണം. SN1ഉം SN2 തമ്മിലുള്ള ഡിഫറൻസ് കുഞ്ഞുങ്ങളെ ശരിക്കും ഒന്ന് പഠിച്ചോളണേ. SN1ൻ്റെ ഫുൾ നെയിമും SN2ൻ്റെ ഫുൾ നെയിമും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. SN1ലെ മോളിക്കുലാരിറ്റി എത്ര? അത് ആ പേരിൽ തന്നെയുണ്ട്. SN1ൻ്റെ ഫുൾ നെയിം എന്തായിരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ. അപ്പോൾ മോളിക്കുലാരിറ്റി 1. SN2വിലോ മോളിക്കുലാരിറ്റി 2. നിങ്ങൾ കംപ്ലീറ്റ് എഴുതണേ, മോളിക്കുലാരിറ്റി എന്ന് എടുത്ത് എഴുതണേ. SN2വിൽ മോളിക്കുലാരിറ്റി 2. SN1 എത്ര സ്റ്റെപ്പ് റിയാക്ഷൻ ആണെന്ന് അറിയോ? നമ്പർ ഓഫ് സ്റ്റെപ്പ്. ഒരു റിയാക്ഷൻ നടക്കുന്നത് എത്ര സ്റ്റെപ്പിലാണ്? മോളിക്കുലാരിറ്റി നമ്പർ ഓഫ് സ്റ്റെപ്പും തിരിച്ചും മറിച്ചും പറഞ്ഞാൽ മതി. അഥവാ മോളിക്കുലാരിറ്റി 1 ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്പ് 2 ആയിരിക്കും. മോളിക്കുലാരിറ്റി 2 ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്പ് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ മോളിക്കുലാരിറ്റി 1 നമ്പർ ഓഫ് സ്റ്റെപ്പ് 2. ഇവിടെ മോളിക്കുലാരിറ്റി 2 നമ്പർ ഓഫ് സ്റ്റെപ്പ് 1. തിരിച്ചു മറിച്ചുവാണെന്ന് ഓർക്കുക. കുഞ്ഞുങ്ങളൊന്ന് ആലോചിച്ചേടാ, സ്റ്റെപ്പിൻ്റെ എണ്ണം 1 ആകുമ്പോഴാണോ സ്റ്റെപ്പിൻ്റെ എണ്ണം 2 ആകുമ്പോഴാണോ അവിടെ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവുക? ഹലോ, ചിന്തിക്കണേ. ചെറിയ ബുദ്ധിയാണെങ്കിൽ ഉള്ളതുകൊണ്ടൊന്ന് ചിന്തിച്ച് നോക്ക്. സ്റ്റെപ്പിൻ്റെ എണ്ണം 1 ആകുമ്പോഴാണോ സ്റ്റെപ്പിൻ്റെ എണ്ണം 2 ആകുമ്പോഴാണോ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവുക? ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നത് 2 സ്റ്റെപ്പിൽ നടക്കുമ്പോഴല്ലേ. എന്താണ് ഇൻ്റർമീഡിയറ്റ്? ഒരു സ്റ്റെപ്പിൽ ഉണ്ടാകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണല്ലോ ഇൻ്റർമീഡിയറ്റ്. നിർബന്ധമായും 2 സ്റ്റെപ്പ് അവിടെ വേണം. അപ്പോൾ 2 സ്റ്റെപ്പിൽ നടക്കുന്നിടത്ത് ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, ഒരു സ്റ്റെപ്പിൽ നടക്കുന്നിടത്ത് ഇൻ്റർമീഡിയറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിലുള്ള അടുത്ത ഡിഫറൻസ്. അപ്പോൾ SN1ൽ ഇൻ്റർമീഡിയറ്റ് ഉണ്ടോ? ഉണ്ട്, കാരണം അത് 2 സ്റ്റെപ്പിലാണ്. ആ ഇൻ്റർമീഡിയറ്റ് ആരാണ് എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണ്. അവനെ നിങ്ങൾ അറിയും, ആരാടാ? കാർബോകാറ്റയോൺ. SN1 ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണ്. SN2വിൽ പഠിച്ചോ, നോ ഇൻ്റർമീഡിയറ്റ്. അവിടെ ഇൻ്റർമീഡിയറ്റ് ഇല്ല. പിന്നെന്തു മാത്രം? ട്രാൻസിഷൻ സ്റ്റേറ്റ് ഓൺലി. എഴുതി വെച്ചടാ, ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രമേ എവിടെയുള്ളൂ? SN2വിലുള്ളൂ. SN1ലാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. അതാരാണ്? കാർബോകാറ്റയോൺ ആണ്. SN2വിൽ ഇൻ്റർമീഡിയറ്റ് ഇല്ല, ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രം. എന്താണ് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ്? ഒന്നുമില്ല, ആ റിയാക്റ്റൻ്റ് ഇങ്ങോട്ട് പ്രൊഡക്റ്റായി മാറുന്നതിൻ്റെ ഇടയിൽ ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ ഇയാളിങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. അതിങ്ങനെ റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റായി മാറുന്നതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. എന്നല്ലാതെ അതൊരു ഇൻ്റർമീഡിയറ്റ് അല്ല, ഒരു സ്പെസിഫിക് എക്സിസ്റ്റൻസ് ഉള്ള ആളല്ല. റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റായി മാറുന്നതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം അവസ്ഥ, അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പേര് വിളിക്കുക. ഓക്കെ അല്ലേ? ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. കുഞ്ഞെ, ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഇവിടെ ആരാ ഇൻ്റർമീഡിയറ്റ്? SN1ൽ ആരാ ഇൻ്റർമീഡിയറ്റ്? കാർബോകാറ്റയോണാ. കാർബോകാറ്റയോൺ ഈ ദുനിയാവിലൊരു ഇൻ്റർമീഡിയറ്റ് ആണ്. നീ ഏത് റിയാക്ഷനിൽ നീ കേട്ടാലും അതിൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഒരുപോലെയാണ്. ടെർഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇത് മൂസി മാറ്റി പറയില്ല. ഈ ദുനിയാവിൽ ഏതൊരു റിയാക്ഷനിലും ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണ് നീ കേൾക്കുന്നുണ്ടോ,
അതിൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടേർഷറി, സെക്കൻഡറി, പ്രൈമറി. മറക്കരുത്. എന്തുകൊണ്ട്? ടേർഷറി കാർബോകാറ്റയോൺ ആണ് ഏറ്റവും സ്റ്റേബിൾ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. അതുകൊണ്ട് ആൽക്കൈൽ ഹാലൈഡുകളിൽ ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് വിൽ ബി മോർ റിയാക്റ്റീവ് ടുവാർഡ്സ് SN1 റിയാക്ഷൻ. പക്ഷേ SN2-ൽ അങ്ങനെയല്ല. കാരണം SN2-ൻ്റെ ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ അല്ല. SN2-ൽ ഇൻ്റർമീഡിയറ്റേ ഇല്ല. പിന്നെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതെന്നുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്കത് പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എന്നുള്ളത് ഓർത്താൽ മതി. പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി. പഠിച്ചു വെച്ചോ മോനെ, ക്വസ്റ്റ്യൻ വരും. ആരാ SN2? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ക്ലിയർ അല്ലേടാ? SN1-ൽ ആരാണ്, എങ്ങനെയാണ് ഓർഡർ എന്ന് ഓർക്കാനുള്ള പണി ഞാൻ പറഞ്ഞു തന്നു. കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ അതിൻ്റെ റിവേഴ്സ് ആണ് SN2 എന്നാണ് ഓർത്താൽ മതി. അതെന്തുകൊണ്ട്, അതെങ്ങനെ വരും, വെയിറ്റ് ചെയ്യട്ടാ. അടുത്തതടാ SN1-ൽ നമുക്കിനി പറയാനുള്ള അടുത്തത് അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രിയാണ്. ആരാ വന്നിരിക്കണ നോക്കിയേ, സ്റ്റീരിയോ കെമിസ്ട്രി. ആരാ കുഞ്ഞെ? സ്റ്റീരിയോ കെമിസ്ട്രി. എന്താണ് ഈ സ്റ്റീരിയോ കെമിസ്ട്രി? ഞാൻ പറഞ്ഞുതരാം. സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് SN1 ഈസ് റെസിമൈസേഷൻ. റെസിമൈസേഷൻ. അപ്പോൾ റെസിമൈസേഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് ചെറിയൊരു ധാരണയൊക്കെ ഉണ്ടായിരിക്കും. ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചോ, റിട്ടൻഷൻ ആൻഡ് ഇൻവേർഷൻ. റിട്ടൻഷനും ഇൻവേർഷനും ഒരുമിച്ച് നടക്കുന്നതിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഓമനിച്ച് വിളിച്ച പേരാണ് പറ, റെസിമൈസേഷൻ. പഠിച്ചോടാ, റെസിമൈസേഷൻ. റിട്ടൻഷൻ ആൻഡ് ഇൻവേർഷൻ. എന്താണ് റിട്ടൻഷൻ, എന്താണ് ഇൻവേർഷൻ? വെയിറ്റ് ആൻഡ് സി. ഒന്ന് വെയിറ്റ് ചെയ്യടാ. SN2 ആണെങ്കിലോ കുഞ്ഞെ, SN2 ആണെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രി ഇൻവേർഷൻ ഓൺലി. ഇൻവേർഷൻ ഓൺലി. ഇൻവേർഷൻ ഓൺലി. എഴുതി വെച്ചോ. റിട്ടൻഷനും ഇൻവേർഷനും നടക്കുകയാണെങ്കിൽ റെസിമൈസേഷൻ എന്ന് പേര് വിളിക്കും. ദാറ്റ് ഹാപ്പൻസ് ഇൻ SN1 റിയാക്ഷൻ ആൻഡ് ഇൻ SN2 റിയാക്ഷൻ സ്റ്റീരിയോ കെമിസ്ട്രി ഈസ് ഇൻവേർഷൻ ഓൺലി. നെക്സ്റ്റ് SN1-ൽ ഇങ്ങനൊരു ഒരു പരിപാടി കൂടി എഴുതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഫേവേർഡ് ബൈ. ഫേവർ ചെയ്യുന്നത്. ഫേവേർഡ് ബൈ. ഒരാൾ SN1 റിയാക്ഷൻ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാരാണ്? SN1 റിയാക്ഷൻ ഈസ് ഫേവേർഡ് ബൈ പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്. ആരാ കുഞ്ഞെ? പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്. പോളാർ എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ളത്, പ്രോട്ടിക് എന്ന് പറഞ്ഞാൽ H+ ഉള്ളവർ, H+ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവർ. അപ്പോൾ H+ ഉള്ള ആൾക്കാരാണ് പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്. ഓക്കെ, H+ ഉള്ളവരാണ് പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്. SN2 ഈസ് ഫേവേർഡ് ബൈ പോളാർ അപ്രോട്ടിക് സോൾവെൻ്റ് ആണ്. അപ്രോട്ടിക് സോൾവെൻറ്റ് പോളാർ തന്നെയാണ്, കാരണം ചാർജ് ഡിസ്ട്രിബ്യൂഷനുള്ള ആൾക്കാരാവണം, എന്നാലേ ആൽക്കൈൽ ഹാലൈഡിൻ്റെ ബോണ്ട് പൊട്ടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷേ അപ്രോട്ടിക് ആയിരിക്കും. അപ്രോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഉണ്ട് പക്ഷെ ആരില്ല. ആ ചാർജ് ഉണ്ടായ അയോൺസിൽ H+ അല്ല. H+ ഉണ്ടെങ്കിൽ പ്രോട്ടിക് എന്നും ഇല്ലെങ്കിൽ അപ്രോട്ടിക് എന്നുമാണ് പേര് വിളിക്കുക. ഒന്ന് ഓർത്ത് വെച്ചേടാ. നല്ലൊരു കിടിലം ബോക്സിലായിട്ട് ഈ ഡിഫറൻസ് നിങ്ങളിപ്പോൾ SN1 SN2 നോട്ട് ചെയ്തിട്ടുണ്ടാവും. കാണാതെ പഠിച്ചു. വെരി ഇമ്പോർട്ടൻറ്റ്. SN1 SN2 തമ്മിലുള്ള ഡിഫറൻസ് അറിയാതെ പരീക്ഷാ ഹാളിലേക്ക് നീ കയറിയാൽ നിനക്ക് എൻട്രൻസ് കിട്ടില്ല. ശാപമല്ല, നഗ്നമായ സത്യം പറഞ്ഞതാണ്. കുഞ്ഞുങ്ങളെ, നമുക്ക് ലാസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാസ്റ്റിൽ നമുക്ക് ഒരു ഈ പേജിൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കുഞ്ഞുങ്ങളെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. ഒരു കാർബണിൽ ഒരു ക്ലോറിൻ ഉണ്ട്. ആർക്കും വിഷമമൊന്നുമില്ലല്ലോ. കാർബണിൻ്റെ ടോട്ടൽ വാലൻസി 4 ആണല്ലോ. ആ 4 വാലൻസിയിൽ ബാക്കി 3 ഞാനിതാ ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ കാണിക്കുന്നതിനും ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത്. കാരണം കാർബണിൻ്റെ 4 വാലൻസിയും സിംഗിൾ ബോണ്ടാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് ടെട്രാഹീഡ്രലാണ്. ടെട്രാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇങ്ങോട്ടും 3 ബാക്കിലോട്ടും അങ്ങനെയല്ലേ ഉണ്ടാവുക ടെട്രാഹീഡ്രൽ. അപ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് വരച്ച സ്ഥിതിക്ക് ബാക്കി 3 ഞാൻ ബാക്കിലോട്ട് വരച്ചു. ഇതിലേക്ക് OH- വരികയാണ് കുഞ്ഞെ. NaOH, KOH, അതുപോലെ H2O ഇവരൊക്കെ ഉപയോഗിക്കുമ്പോൾ OH- ആണല്ലോ കയറി വരണേ. OH- വരുന്നത് SN1-ലാണെങ്കിലുള്ള ഡിഫറൻസ് എന്താ, SN2-ലാണെങ്കിലുള്ള ഡിഫറൻസ് എന്താ എന്നുള്ളത് ഞാൻ വരച്ച് കാണിച്ചു തരാൻ പോവാണ്. പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള ചർച്ചകളൊക്കെ ഇതിൽ ചിത്രം വരയിലുണ്ടായിരുന്നു. അത്രക്കൊന്നും നമ്മൾ പോകണില്ല. കാരണം OMRൻ്റെ പുറകിൽ SN1-ൻ്റെ മെക്കാനിസം വരച്ച് കാണിക്കുന്നൊന്നും എൻട്രൻസിന് എന്തായാലും NDA ചോദിക്കാൻ പോകണില്ല. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊരു ധാരണയാവാൻ ആ സ്റ്റീരിയോ കെമിസ്ട്രി, റിട്ടൻഷൻ, ഇൻവേർഷൻ, റെസിമൈസേഷൻ എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായൊരു വിഷമം ഉണ്ടല്ലോ,
ആ വിഷമം തീർന്നു കിട്ടാൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കുന്നത് ഒരു സന്തോഷമായിരിക്കുമല്ലോ. പിന്നെ ഇനി ഞങ്ങൾ 4-5 മാസം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, എന്നാലും അതെന്താ റെസ്യൂമേഷൻ പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ, സീരിയസ് ആക്കണ്ട കുഞ്ഞെ. SN1 റെസ്യൂമൈസേഷൻ നടക്കും. എന്താണ് റെസ്യൂമൈസേഷൻ? ഇൻവേർഷനും നടക്കും, റിട്ടൻഷനും നടക്കും. അപ്പോൾ SN1 റെസ്യൂമൈസേഷനാണ്. അത് മനസ്സിലാവാൻ SN2 ഞാൻ ആദ്യം ചിത്രം വരച്ച് കാണിച്ചു തരാം. എടാ, SN2 ഇൻവേർഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കാർബണിൻ്റെ അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിരുന്ന 3 വാലൻസിയും റൈറ്റിലോട്ട് തിരിഞ്ഞിരിക്കും. ഹലോ, കാർബണിന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിരുന്ന 3 വാലൻസിയും റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കും. അപ്പോൾ കാർബണിൻ്റെ ഒരു വാലൻസി ബാക്കി ഇവിടെ അല്ലേ വരിക? അവിടെയാണ് ക്ലോറിൻ പോയി പകരം OH വരിക. റിയാക്ഷൻ കഴിയുമ്പോൾ ക്ലോറിൻ പോയി OH വരുമല്ലോ. അപ്പോൾ ക്ലോറിൻ പോകാനുള്ളത് പോയും ചെയ്തു, OH ഇങ്ങോട്ട് വന്നും ചെയ്തു. അപ്പോഴേക്ക് കാർബണിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ഇൻവേഴ്സ് ആയിട്ടുണ്ടാവും. വലത്തോട്ട് തിരിഞ്ഞിരുന്ന ഇടത്തോട്ട് തിരിഞ്ഞിരുന്ന 3 വാലൻസിയും വലത്തോട്ട് തിരിയും, ഇടത്തോട്ട് തിരിഞ്ഞിരുന്ന 3 ആൾക്കാർ വലത്തോട്ട് തിരിയും. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതിൻ്റെ വാലൻസി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് അവിടെ കെമിക്കലി എന്താ സംഭവിക്കണേ? ഇയാൾ ഒരു ഡെക്സ്ട്രോ ഐസോമർ ആണെന്ന് വെറുതെ വിചാരിക്കുക. ഇയാളൊരു ഡെക്സ്ട്രോ ഐസോമർ ആയിരുന്നു എന്ന് വെറുതെ വിചാരിക്കുക. ആണെങ്കിൽ ഇവിടെ കിട്ടുന്നവൻ ലീവോ ഐസോമർ ആയിരിക്കും. അതാണ് ഡിഫറൻസ്. അങ്ങോട്ട് നിൽക്കുന്നവൻ ഡെക്സ്ട്രോ ആണെങ്കിൽ, റിയാക്റ്റൻ്റ് ഡെക്സ്ട്രോ ആണെങ്കിൽ SN2 നടന്നിട്ട് കിട്ടുന്നവൻ ലീവോ ആയിരിക്കും. ഇയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമർസ് കാണിക്കാൻ പറ്റുമെങ്കിലാണ് കേട്ടോ ഡെക്സ്ട്രോ ലീവോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പറ്റില്ലെങ്കിൽ പിന്നെ ഡെക്സ്ട്രോ ലീവോ എന്ന് പറയണ്ട, കോൺഫിഗറേഷൻ ചേഞ്ച് ആയി, ഇൻവേഴ്സ്ഡ് ആയി, ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേടാ? SN1 ആണെങ്കിലോ, SN1 ആണെങ്കിലുള്ള ഡിഫറൻസ് എന്താ ഞാൻ പറഞ്ഞത്? റിട്ടൻഷനുമുണ്ട്, ഇൻവേർഷനുമുണ്ട്. റിട്ടൻഷനുമുണ്ട്, ഇൻവേർഷനുമുണ്ട്. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ പഴയ കോൺഫിഗറേഷൻ നിലനിർത്തുക, ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ പഴയ കോൺഫിഗറേഷൻ തലതിരിയുക. അപ്പോൾ ഞാൻ ആദ്യം റിട്ടൻഷൻ വരയ്ക്കുകയാണ്. പഴയ കോൺഫിഗറേഷൻ നിലനിർത്തുന്നു, ആ 3 വാലൻസി അങ്ങോട്ട് തന്നെ നിൽക്കുന്നു. എന്നിട്ട് ക്ലോറിൻ നിന്നിരുന്ന അതേ പൊസിഷനിൽ OH വരുന്നു. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ആ 3 വാലൻസി തലതിരിയുന്നു, എന്നിട്ട് ബാക്കിയുള്ള ഒരു പൊസിഷനിൽ OH വരുന്നു. ഇതിൽ രണ്ടും സംഭവിക്കാം. രണ്ടും സംഭവിക്കാം എന്നല്ല, രണ്ടും സംഭവിക്കും. അപ്പോൾ റിട്ടൻഷൻ ഇവനാണല്ലോ റിട്ടൻഷൻ. ഇതാണ് റിട്ടൻഷൻ. ഇതാരാണ്? ഇൻവേർഷൻ. ക്ലിയർ അല്ലേടാ? അപ്പോൾ റിട്ടൻഷൻ നടന്നാൽ ഇയാൾ ഡെക്സ്ട്രോ ആണെങ്കിൽ ഇവിടെ കിട്ടുന്നവനും ഡെക്സ്ട്രോ തന്നെ ആയിരിക്കും. പക്ഷേ ഇൻവേർഷൻ നടന്നാൽ അവൻ ലീവോ ആയിരിക്കും. അപ്പോൾ ഡെക്സ്ട്രോ ആൻഡ് ലീവോ കോമ്പൗണ്ടുകളുടെ ഒരു മിക്സർ അല്ലേ കിട്ടുക. ദാറ്റ്സ് വൈ ദീസ് കോൺഫിഗറേഷൻ ഈസ് കോൾഡ് റെസിമൈസേഷൻ. ആരാ കുഞ്ഞ്? റെസിമൈസേഷൻ. ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചു കളയും. റിട്ടൻഷനാണോ ഇൻവേർഷനാണോ കൂടുതൽ അളവിൽ നടക്കുക? രണ്ടും നടക്കുമെന്നുള്ളത് സത്യം. പക്ഷെ കൂടുതൽ അളവിൽ റിട്ടൻഷൻ നടക്കുമോ ഇൻവേർഷൻ നടക്കുമോ എന്ന് ചിലപ്പോൾ ചോദിച്ചു കളയും. അതോ രണ്ടും ഒരേപോലെ 50-50 ആയിട്ടാണോ നടക്കുക എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു കളയും. പൊന്നുമോനെ, SN2 റിയാക്ഷനിൽ ഇൻവേർഷൻ നടക്കുന്നത് കുറച്ച് കൂടുതലായിരിക്കും. പഠിച്ചു വെച്ചോ. ഇൻവേർഷൻ നടക്കുന്നത് കുറച്ച് കൂടുതലായിരിക്കും. റിട്ടൻഷനേക്കാളും തലതിരിയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് കംപ്ലീറ്റ് റെസിമൈസേഷൻ അല്ല. എങ്ങനെ കംപ്ലീറ്റ് റെസിമൈസേഷൻ അല്ല. കംപ്ലീറ്റ് റെസിമൈസേഷൻ ആവണമെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് റിട്ടൻഷനും ഈക്വൽ എമൗണ്ട് ഓഫ് ഇൻവേർഷനും നടക്കണം. ഇവിടെ ഇൻവേർഷൻ നടക്കുന്നത് കുറച്ച് കൂടുതലായതുകൊണ്ട് ഈ റെസിമൈസേഷനെ നമ്മൾ പാർഷ്യൽ റെസിമൈസേഷൻ എന്നാണ് പേര് വിളിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് +2 ഇല്ല, ഇത് നിങ്ങൾക്ക് എൻട്രൻസിന് തരുന്ന സാധനമാണ്, പഠിച്ചോ. അപ്പോൾ SN1 എന്ത് നടക്കും? വ്യക്തമായി പറഞ്ഞാൽ SN1 നടക്കുന്നത് പാർഷ്യൽ റെസിമൈസേഷൻ ആണ്. ഇൻവേർഷനും നടക്കും, റിട്ടൻഷൻ നടക്കും, ഇൻവേർഷൻ കൂടുതലാണ്. SN2 പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊന്നുമില്ല, എടുക്കാൻ നോക്കി നിൽക്കാനൊന്നുമില്ല. ദാറ്റ്സ് ഇൻവേർഷൻ ഓൺലി. ക്ലിയർ ആണല്ലോ? വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചോളണേ. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളണേ. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. എടാ, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കോമ്പൗണ്ടുകളെ. ഇതാണ് ഹാലോ ആൽക്കേൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ടൈപ്പ് കാണുന്ന ക്വസ്റ്റ്യൻ. താഴെ കാണുന്ന കോമ്പൗണ്ടുകളെ SN2 ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, താഴെ കാണുന്ന കോമ്പൗണ്ടുകളെ SN1 ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പലവരും നിങ്ങൾ കാണും. പൊന്നുമോനെ, പഠിച്ചു വെച്ചോ. ഇതാ ആ ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് അങ്ങോട്ട് തുടങ്ങാൻ. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവാർഡ്സ് SN1 റിയാക്ഷൻ. ചാമ്പിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവാർഡ്സ് SN1 റിയാക്ഷൻ. SN1 ഓർഡറിൽ താഴെ കാണുന്ന കോമ്പൗണ്ടുകളെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മോനെ, ഇവിടെ തന്നത് SN1 ആണോ SN2 ആണോ എന്ന് ഒരു 4 വട്ടം നോക്കി ഉറപ്പിക്കണേ പൊന്നുമോനെ. ക്വസ്റ്റ്യൻ വരൂട്ടടാ. ക്വസ്റ്റ്യൻ വരുമ്പോൾ നീ ചെയ്യാനുള്ള പണിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരണേ. SN1 ആണോ SN2 ആണോ എന്ന് ഒരു 4 വട്ടം നോക്കി അങ്ങോട്ട് ഉറപ്പിക്ക്.
SN1 ആണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ മാത്രമാണ്. ഇതിനാണ് ഞാൻ അവിടെ ഒരു സ്പേസ് വിട്ടത്. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള വിഷയം. അപ്പോൾ ഓർഡർ ഓഫ് SN1 അറേഞ്ച് ചെയ്യുക എന്ന് ഏത് വാപ്പ നിന്നോട് ചോദിച്ചാലും, ഏത് കാലത്ത് നിന്നോട് ചോദിച്ചാലും, ഏത് ചാപ്റ്ററിൻ്റെ ഇടയിൽ കൂടെ നിന്നോട് ചോദിച്ചാലും പൊന്നുമോനെ അവിടെ നീ പരിഗണിക്കേണ്ട ദി ഓൺലി വൺ ആൻഡ് ഓൺലി ഫാക്ടർ ഈസ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. പഠിച്ചു വെച്ചോ. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസിൽ കാർബോകാറ്റയോണിനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് കാർബോകാറ്റയോണുകളുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡറിൽ ഒരുപാട് കോമ്പൗണ്ടുകളെ നമ്മൾ അറേഞ്ച് ചെയ്തു പോയിട്ടുമുണ്ട്. ക്ലിയർ അല്ലേ? അതെല്ലാം ഇവിടെ ഓർമ്മ വരണം. ഇവിടെ അതൊക്കെ ഓർമ്മ വരണം. ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. അതുകൊണ്ട് താഴെ കാണുന്ന ആൾക്കാർ SN1 ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. പൊന്നുമോനെ നോക്കിക്കേടാ, ഈ ക്ലോറിൻ അങ്ങോട്ട് പോയാൽ ആ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കുക. ക്ലോറിനാണ് പോയാൽ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വെറുതെ മനസ്സിൽ വിചാരിക്കുക. ഇവിടെ ഈ ക്ലോറിന് പോയാൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഈ ക്ലോറിൻ പോയാൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുക. ഇവൻ പ്രൈമറി കാർബോകാറ്റയോൺ, ഇവൻ സെക്കൻഡറി കാർബോകാറ്റയോൺ, ഇവൻ ടെർഷറി കാർബോകാറ്റയോൺ. ഏത് കാർബോകാറ്റയോണാണ് മോർ സ്റ്റേബിൾ? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷറി ഉണ്ട്. വിച്ച് ഈസ് മോർ സ്റ്റേബിൾ? പഠിച്ചോ, പെട്ടെന്ന് പറ, ആലോചിച്ച് നോക്ക്, മനസ്സിൽ വിചാരിക്ക്. ടെർഷറി കാർബോകാറ്റയോൺ അല്ലടാ മോർ സ്റ്റേബിൾ. ടെർഷറി കാർബോകാറ്റയോൺ. ദെർഫോർ C ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ A ഇസ് ദി ആൻസർ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നേരത്തെ ഞാൻ ടേബിളിൽ തന്നിട്ടുണ്ട്. SN1 ആണോ ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്ന് കാണാൻ പിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ അത്ര ബുദ്ധിമുട്ടാക്കില്ല. പക്ഷേ 2, 3, 4 ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോണിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എക്സാമ്പിൾ നമ്പർ 2. ഇതിലെല്ലാം ഉണ്ട്, ഇതിലെല്ലാവരും ഉണ്ട്. ഒന്ന് നോക്കിക്കേട്ടാ, ഈ ക്ലോറിൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഈ ക്ലോറിൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് വരും. ഈ ക്ലോറിൻ പോയി കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ ഈ ക്ലോറിൻ പോയി കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഫോം ചെയ്യുന്ന കാർബോകാറ്റയോണുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ കാർബോകാറ്റയോണുകളിൽ ആരാണോ ഏറ്റവും സ്റ്റേബിൾ അയാളാണ് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്. ഹലോ, ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ചേ കിട്ടാ. ഞാൻ വളരെ ക്ലിയർ ആക്കി പറഞ്ഞുതരും. ഇവിടെ എന്തോ ഒരു ഡൗട്ട് ഉണ്ടാവാണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. ആ ഡൗട്ട് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് പറഞ്ഞിട്ട് ബാക്കി ഇല്ലാത്തവർക്ക് കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കണില്ല. ഞാൻ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടെ പറയുകയാണേ. ഇവിടെ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോണിൽ ഏതാണോ സ്റ്റേബിൾ ആ കാർബോകാറ്റയോൺ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ആളായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആരാണെന്ന് നോക്കിയേ. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ A ആണ്. അത് ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം എന്താ അറിയോ, ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിൻ്റെ തൊട്ടടുത്തൊരു ഓക്സിജൻ ഇല്ലേ, ആ ഓക്സിജനിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റയോൺ അദ്ദേഹമാണ്. ആര്? പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ ലോൺ പെയർ ഉള്ള ഒരു ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ. ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റയോൺ അദ്ദേഹമാണ്. എങ്ങനെ? പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ആറ്റം ഡയറക്റ്റായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ഒരു ഓക്സിജൻ അതിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് A ആണ് മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ. പിന്നെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരാളാണ് മീഥൈൽ സൈക്ലോപ്രൊപ്പൈൽ കാർബോകാറ്റയോൺ. ഓർമ്മയില്ലേടാ? മീഥൈൽ സൈക്ലോപ്രൊപ്പൈൽ കാർബോകാറ്റയോൺ. അങ്ങനെ ഒരാൾ ഇതിലുണ്ടോ? ഉണ്ട്. ഇതാ ഇയാൾ E. അപ്പോൾ A കഴിഞ്ഞാൽ അടുത്തത് വരിക E ആണ്. മീഥൈൽ സൈക്ലോപ്രൊപ്പൈൽ കാർബോകാറ്റയോൺ ആണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ടെർഷറിയാണ്. ടെർഷറി ആരാ? ഇതിൽ B. ദൈവൻ ടെർഷറി അല്ലേടാ? അത് കഴിഞ്ഞ് ബെൻസൈലാണ്. C. അത് ബെൻസൈൽ കാർബോകാറ്റയോൺ. ഏറ്റവും ലാസ്റ്റാണ് D വരിക. ഏറ്റവും ലാസ്റ്റ് D വരും. ആ ഡിയെ ഞാനിങ്ങനെ 4 വര വരയ്ക്കുകയാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായ ഡൗട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും, സാറേ ഈ D എന്ന് പറയുന്നവനും ടെർഷറി തന്നെ അല്ലേ, എന്നിട്ട് എന്ത് നിങ്ങൾ ബെൻസൈലിന് മുമ്പ്? എനിക്കറിയാം. അതിനുള്ള കഥ പിടിച്ചോ പൊന്നുമോനെ. ഇവനെ നോക്കിയേ. ഈ ടെർഷറി ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഈ ടെർഷറി ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ CH3 CH3 ഇവിടെ പോസിറ്റീവ് ചാർജുള്ള കാർബോകാറ്റയോൺ. ഇവനല്ലേ B. ഇനി D കാണിച്ചു തരാം. D ആരാ? CH3 CH2 എന്നാ. അത് 3 തവണ ഉണ്ട്. 3 തവണ
എന്നിട്ട് ഒരു കാർബണിൽ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ കാർബണിൽ പോസിറ്റീവ് ചാർജ് അതിൻ്റെ ബാക്കി 3 വാലൻസിയും CH2 CH3കളാണ്. ഇതാ ഇവിടെ CH2 CH3, ഇതാ ഇവിടെയും CH2 CH3. ക്ലിയർ അല്ലേടാ? ഇതിൽ ബി എന്ന് പറയുന്നവനും ടെർഷറിയാണ്, ഡി എന്ന് പറയുന്നവനും ടെർഷറിയാണ്. പക്ഷേ ഇവരുടെ സ്റ്റെബിലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. അവരുടെ ഇടയിൽ ഞാനൊരു ബെൻസൈലിനെ, ഇത് ബെൻസൈൽ കാർബോകാറ്റയോൺ അല്ലേ, ബെൻസൈലിനെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? പൊന്നുമോനെ കേട്ടോളണേ, ശരിക്കൊന്ന് പഠിച്ചു വെച്ചോളണേ. ഇവിടെയുള്ള ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലേടാ, ഞാൻ നിങ്ങൾക്ക് എന്ത് എഴുതി തന്നിട്ടുണ്ട്? ബെൻസൈലിക് ആണോ ടെർഷറി ആണോ കാർബോകാറ്റയോണിൽ ഏറ്റവും സ്റ്റേബിൾ എന്ന് എഴുതി തന്നിട്ടുണ്ട്. ഞാൻ എഴുതി തന്നത് ടെർഷറി എന്നാണ്, അത് സത്യമാണ്. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. ആ ടെർഷറി കാർബോകാറ്റയോൺ കൂടുതൽ സ്റ്റേബിളാണ് ദാൻ ബെൻസൈൽ ആവണമെങ്കിൽ ആ ടെർഷറിയിൽ 9 ആൽഫ ഹൈഡ്രജൻ വേണം. പഠിച്ചു വെച്ചോ. എന്ത് വേണം? 9 ആൽഫ ഹൈഡ്രജൻ വേണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആൽഫ കാർബൺ ആൽഫ കാർബൺ ആൽഫ കാർബൺ 3 ആൽഫ കാർബണിലുകളുമായി എത്ര ഹൈഡ്രജൻ ഉണ്ട്? ടോട്ടൽ 9 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം ഇവിടെ 9 ആണ്. 9 വന്നാൽ ദാറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ബെൻസൈൽ. ബെൻസൈലിനേക്കാൾ അയാൾ സ്റ്റേബിളാണ്. 9ൽ കുറവാണോ? ദാറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ബെൻസൈൽ. ബെൻസൈൽ കാർബോകാറ്റയോണിനേക്കാൾ ആ ടൈപ്പ് ഓഫ് ടെർഷറി കാർബോകാറ്റയോൺസ് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ബെൻസൈൽ കാർബോകാറ്റയോണിനേക്കാൾ സ്റ്റെബിലിറ്റി കുറവാണ് ടെർഷറി വിത്ത് ആൽഫ ഹൈഡ്രജൻ ലെസ് ദാൻ 9. ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം 9ൽ താഴെയാണെങ്കിൽ such type of carbocations, tertiary carbocations are less stable than benzyl carbocation. പഠിച്ചു വെച്ചു. അപ്പോൾ ബെൻസൈൽ കാർബോകാറ്റയോണിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലുള്ള ടെർഷറിയും ഉണ്ട്, കുറവുള്ള ടെർഷറിയും ഉണ്ട്. ആരാ കൂടുതലുള്ളത്? ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം 9 ആണോ മോർ സ്റ്റേബിൾ ദാൻ ബെൻസൈൽ? ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം 9ൽ കുറവാണോ ലെസ് സ്റ്റേബിൾ ദാൻ ബെൻസൈൽ എന്നുള്ള ഒരു എക്സ്ട്രാ അറിവ് കൂടി ഞാനിവിടെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. സോ ഇവിടുത്തെ ആൻസർ എ ഗ്രേറ്റർ ദാൻ ഇ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഡി. പൊന്നുമോനെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പണി ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നിടം മുതൽ ഒന്നുകൂടെ കാണുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഡൗട്ട് ഉണ്ടായ 95% ആൾക്കാരുടെയും ഡൗട്ട് തീരും. ഒന്നുകൂടെ ഒന്നും റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. ഓഫ്ലൈൻ ക്ലാസ് അല്ലല്ലോ, ഓൺലൈൻ ആണല്ലോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്നുകൂടെ എടുത്ത് കാണാമല്ലോ. എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. എന്നിട്ടും മനസ്സിലാവണില്ലെങ്കിൽ ഇത് മനസ്സിലാവാനുള്ള വിധി നമുക്കില്ല എന്ന് സമാധാനിക്കുക. അടുത്ത് നോക്കിക്കേടാ, ഈ രണ്ടാളുകളിൽ ആരാണ് SN1 റിയാക്ഷനിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്? മോനെ, ഇവിടെയുള്ള ട്വിസ്റ്റുകൾ ഓരോ ക്വസ്റ്റ്യനിലും ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞെ, ഇവിടെ ക്ലോറിൻ പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ഇവിടെയും ക്ലോറിൻ പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. രണ്ടിലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ഒരു ആറ്റം അറ്റാച്ചും ചെയ്തിട്ടുണ്ട്. ഓക്സിജനിലും ലോൺ പെയർ ഉണ്ട്, നൈട്രജനിലും ലോൺ പെയർ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരേ കണ്ടീഷനിലുള്ളവരാ, ശരിയല്ലേ? ഓക്സിജനിലും ലോൺ പെയർ ഉണ്ട്, നൈട്രജനിലും ലോൺ പെയർ ഉണ്ട്. രണ്ടും ഇപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ട് ഒരേപോലെയുള്ള ആൾക്കാരാണ്. ഇതിലാരാ മോർ റിയാക്റ്റീവ്? അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, ഓക്സിജനാണോ നൈട്രജനാണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. നൈട്രജൻ കമ്പയർഡ് ടു ഓക്സിജൻ ലെസ് ഇലക്ട്രോനെഗറ്റീവാണ്. ഇനി ഇത് കാണാതെ പഠിച്ചു പോയിട്ട് എവിടെ കണ്ടാലും നൈട്രജൻ ലെസ് ആണ് എന്നൊന്നും പറയാൻ നിൽക്കരുത്. നൈട്രജൻ ലെസ് ഇലക്ട്രോനെഗറ്റീവാണ് വിത്ത് കമ്പയറിങ് ടു ഓക്സിജൻ, അല്ലേ? ഓക്സിജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജൻ കുറവാണ്. അപ്പോൾ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനോടുള്ള ഇഷ്ടം അല്ലേടാ. എന്ന് പറഞ്ഞാൽ ഓക്സിജന് ഇലക്ട്രോണിനെ ഭയങ്കര ഇഷ്ടമാണ്, നൈട്രജന് ഓക്സിജൻ്റെ അത്ര ഇഷ്ടം ഇല്ല എന്നാണല്ലോ അതിനർത്ഥം. അതുകൊണ്ട് നൈട്രജൻ അയാളെ കയ്യിലുള്ള ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ തയ്യാറാണ്, കുറേ കൊടുക്കും. അപ്പോൾ നൈട്രജൻ ഓക്സിജൻ കൊടുക്കുമോ? കൊടുക്കും, ചെറിയൊരു കൊടുക്കലൊക്കെ കൊടുക്കും. നാട്ടുകാരൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കല്ലേ, അപ്പോൾ കൊടുക്കും, അങ്ങനെ ചെറിയൊരു കൊടുക്കൽ കൊടുക്കും. പക്ഷേ നൈട്രജൻ ഭീകരമായി കൊടുക്കും. ആ രണ്ട് ആരോ മാർക്കുകളിൽ ഞാനിട്ട വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്സിജൻ ചെറിയ കൊടുക്കൽ, നൈട്രജൻ വലിയ കൊടുക്കൽ. അപ്പോൾ ആരാണടാ ഇലക്ട്രോൺസിനെ നന്നായി ഡൊണേറ്റ് ചെയ്യുന്നത്? നൈട്രജൻ. കാരണം എന്താ? അയാൾക്ക് ഓക്സിജൻ്റെ അത്ര ഇഷ്ടം ഇലക്ട്രോണിനോടില്ല. ഓക്സിജനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ കൊടുക്കുമെങ്കിലും നൈട്രജൻ കൊടുക്കണം അത്ര ഒന്നും കൊടുക്കൂല. കാരണം അയാൾക്ക് ഇലക്ട്രോണിനെ ഭയങ്കര ഇഷ്ടമാണ്, അയാൾ അതുകൊണ്ട് വിട്ടു കൊടുക്കൂല, നൈട്രജൻ്റെ അത്ര കൊടുക്കൂല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നത് നൈട്രജനാണ്. അതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജിന് ഒരു തീരുമാനം കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക നൈട്രജനാണ്. സോ ബി ഗ്രേറ്റർ ദാൻ എ. ആ ഇലക്ട്രോൺസാണ് കൊടുക്കുന്നതോടെയാണല്ലോ അയാൾ സ്റ്റേബിൾ ആകുന്നത്. നല്ലോണം കിട്ടുമ്പോൾ നല്ലോണം സ്റ്റേബിൾ ആകും. നല്ലോണം കിട്ടുന്നത് എവിടെയാ? ബിയിലാണ്. നെക്സ്റ്റ് നോക്കിയേടാ,
ഈ ക്ലോറിൻ ഇവിടെ നിന്ന് പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ പോയാൽ ഇവിടെയും പോസിറ്റീവ് ചാർജ് വരും, തൊട്ടടുത്ത് ഓക്സിജൻ ഉണ്ട്, രണ്ടിലും ലോൺ പെയറും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി, അഥവാ രണ്ടാളും ഓക്സിജൻ തന്നെയാണ്, രണ്ടുപേരും ഒരുപോലെ കൊടുക്കുന്നവനാണ്. ഇതിലേതാ കൂടുതൽ എന്ന് ചോദിച്ചാൽ കുഞ്ഞെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. എയിൽ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന് ഇങ്ങോട്ട് വേണമെങ്കിലും റെസൊണേറ്റ് ചെയ്യാം, ഇങ്ങോട്ട് വേണമെങ്കിലും റെസൊണേറ്റ് ചെയ്യാം. കാരണം അതിൻ്റെ ഓൾട്ടർനേറ്റ് പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അവിടെ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് എന്തുണ്ട്? കോൺജുഗേഷൻ ഉണ്ട്. കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്നുള്ള പണ്ട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേടാ. ഡബിൾ സിംഗിൾ ലോൺ പെയർ, ഡബിൾ സിംഗിൾ ലോൺ പെയർ, ഡബിൾ സിംഗിൾ ലോൺ പെയർ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോൺജുഗേഷൻ. ഇവിടെ അപ്പം അങ്ങനെ ഉണ്ടായത്, ഇയാൾ ഡബിൾ, ഇയാൾ സിംഗിൾ, ഇവിടെ ലോൺ പെയർ. അപ്പോൾ ഒരു കോൺജുഗേഷൻ ഉണ്ട്. അപ്പോൾ കോൺജുഗേഷൻ ഉള്ളത് കൊണ്ട് ഇയാൾക്ക് വേണമെങ്കിൽ റൈറ്റിലേക്കും ആ ഇലക്ട്രോണിനെ കൊടുക്കാം, ലെഫ്റ്റിലേക്കും കൊടുക്കാം. ശരിയല്ലേ? എന്നാൽ രണ്ടാമത്തെ കോമ്പൗണ്ടിൽ റൈറ്റിലേക്ക് മാത്രമേ കൊടുക്കുള്ളൂ, ലെഫ്റ്റിൽ കോൺജുഗേഷൻ ഇല്ല. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിലേക്ക് കുറേ ഇലക്ട്രോൺസ് കിട്ടുന്നത് എയിലാണോ ബിയിലാണോ? ബിയിലാണ്. എയിലുള്ള ഇലക്ട്രോൺസ് പല വഴിക്ക് തിരിഞ്ഞതിൽ ഒരു പാർട്ട്, ചെറിയൊരു ഓഹരി മാത്രമേ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് കിട്ടുന്നുള്ളൂ, ലെഫ്റ്റിക്കും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടാവും. ക്ലിയർ അല്ലേടാ? റൈറ്റിക്കും പോകണം, ലെഫ്റ്റിക്കും പോകണം, ലെഫ്റ്റിക്ക് മാത്രം പോകണം, ഈ രണ്ട് വർത്തമാനത്തിലും വ്യത്യാസമില്ലേ? ഇത് ഒരു ഭാഗത്തേക്ക് മാത്രം പോകുമ്പോൾ അവിടെ കിട്ടുന്നത് കുറേ കിട്ടുമല്ലോ, മറ്റേത് എല്ലായിടത്തേക്കും ഓരി വെച്ച് കൊടുക്കുമ്പോൾ ഒരു പാർട്ടേ കിട്ടുമെന്നുള്ളെങ്കിൽ അതിൻ്റെ അളവ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ കൂടുതൽ കിട്ടുന്നത് ബിയിലാണ്, ബി ഗ്രേറ്റർ തന്നെ. ആൻഡ് നെക്സ്റ്റ് വൺ, ക്ലോറിൻ പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ്, ക്ലോറിൻ പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ്. മോനെ ഇതിലേതാണ് SN1 റിയാക്ഷനിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ എന്ന് നിങ്ങളുടേതായ ആൻസർ നിങ്ങളൊന്ന് കണ്ടെത്തിക്കേ. വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ആൻസർ ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ കണ്ടെത്തിയിരിക്കണം. സോ ദി ആൻസർ ഇസ് ബി ഗ്രേറ്റർ ദാൻ എ. സിമ്പിളാണ്. കാരണം എന്താ? ഇവിടെ ക്ലോറിൻ പോയാൽ ഇറ്റ്സ് പ്രൈമറി, ഇവിടെ ക്ലോറിൻ പോയാൽ ഇറ്റ്സ് സെക്കൻഡറി. എപ്പോഴും സെക്കൻഡറി കാർബോകറ്റോണുള്ള പ്രൈമറി കാർബോകറ്റോണിനേക്കാൾ സ്റ്റേബിൾ. സോ ബി ഗ്രേറ്റർ ദാൻ എ. ഇപ്പോൾ നിങ്ങളിൽ ചിലരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, അല്ല സാറേ ഇതിലിപ്പോൾ എക്ക് ഒരു റീഅറേഞ്ച്മെൻ്റൊക്കെ നടന്നിട്ട് ടേർഷ്യറി ആയിക്കൂടെ? ആവാം എന്നുള്ളത് സ്റ്റെബിലിറ്റി നോക്കുന്നിടത്ത് പരിഗണിക്കാൻ പാടില്ല. ഞാൻ ഒന്നുകൂടെ പറയുകയാണേ, നിങ്ങളിൽ ചിലർക്കുണ്ടായ ഡൗട്ട് എനിക്ക് മനസ്സിലായി. ആ ഡൗട്ട് ഉണ്ടാകും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോമ്പൗണ്ട് പിന്നെ ഇൻക്ലൂഡ് ചെയ്തത്. എല്ലാ ടൈപ്പ് ഇത് SN1 റിയാക്ഷനിൽ ഏറ്റവും ലാസ്റ്റ് ടൈപ്പാണ്. നോക്കിക്കേ, ഇതും കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ആ SN1 റിയാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. SN1 എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകറ്റോൺ. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകറ്റോൺ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകറ്റോൺ മാത്രം നോക്കിയാൽ മതി. പൊന്നുമോനെ, സ്റ്റെബിലിറ്റി ഓഫ് കാർബോകറ്റോൺ നോക്കുന്നിടത്ത് റീഅറേഞ്ച്മെൻറ്റോ ഷിഫ്റ്റോ പരിഗണിക്കരുത്. നോട്ട് ചെയ്ത് വെച്ചു. റീഅറേഞ്ച്മെൻ്റ് ഉണ്ടായിട്ട് മോർ സ്റ്റേബിൾ ആയിക്കൂടെ എന്നുള്ള വർത്താനൊന്നും പരിഗണിക്കരുത്. ചോദ്യം എന്താ? ഇപ്പം കാണുന്ന ഈ കാർബോകറ്റോൺ ആണോ, ഇപ്പോൾ കാണുന്ന ഈ കാർബോകറ്റോൺ ആണോ മോർ സ്റ്റേബിൾ? ഓഫ് കോഴ്സ് ബി ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി, ബി ഈസ് മോർ സ്റ്റേബിൾ ദാൻ എ. ബിക്കോസ് ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് തരുന്നത് സെക്കൻഡറി കാർബോകറ്റോൺ ആണ്, എ തരുന്നത് പ്രൈമറി കാർബോകറ്റോൺ ആണ്. ഓഫ് കോഴ്സ് സെക്കൻഡറി കാർബോകറ്റോൺ ആണ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി. അതിനി ആ പ്രൈമറി കാർബോകറ്റോണിന് റീഅറേഞ്ച്മെൻറ്റ് നടന്ന് ടേർഷ്യറി ആയൊക്കെ മാറാൻ പറ്റുമെങ്കിലും ആൻസർ ബി ഗ്രേറ്റർ ദാൻ എ തന്നെ വരുള്ളൂ. മനസ്സിലായില്ലേ? ഇയാൾക്ക് റിയാക്ഷൻ നടക്കണമെങ്കിൽ ചിലപ്പോൾ അവിടെ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടക്കേണ്ടി വരും എന്നാണ് അതിനർത്ഥം. അല്ലാതെ റീഅറേഞ്ച്മെൻറ്റ് നടക്കാനുണ്ട്, അതിനനുസരിച്ച് ഇയാൾ കുറേ സ്റ്റേബിൾ ആകും എന്നതിനർത്ഥമില്ല. ഇയാൾ പ്രൈമറിയാണ്, ലെസ് സ്റ്റേബിളാണ്, മാറ്റി വെച്ചേക്കാം, മൂലക്കൊക്കെ നീങ്ങിയിരിക്കാൻ പറ. പ്രൈമറിയാണ്, അതുകൊണ്ട് മാറിയിരിക്കാൻ പറ. അവന് റീഅറേഞ്ച്മെൻറ്റ്, അവൻ്റെ മിണ്ടിപ്പോകരുത്, അവൻ്റെ റീഅറേഞ്ച്മെൻറ്റിൻ്റെ വർത്താനമേ ഇവിടെ മിണ്ടാൻ പാടില്ല. അപ്പോൾ റീഅറേഞ്ച്മെൻറ്റ് നടക്കുമോ നടക്കൂലേ എന്നുള്ളതൊന്നും സ്റ്റെബിലിറ്റി നോക്കുന്നിടത്ത്, ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നോക്കുന്നിടത്ത് പരിഗണിക്കാൻ പാടുള്ളതല്ല എന്നുള്ള വലിയ ബാലപാഠമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ക്ലിയർ അല്ലേ? അടുത്ത കോമ്പൗണ്ട് നോക്കി. ഇവിടെ ക്ലോറിൻ പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ്. കാർബോകറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി എടുത്ത് നോക്കടാ. ഡബിൾ ബോണ്ട് വന്നാൽ സ്റ്റെബിലിറ്റി കുറയും, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ സ്റ്റെബിലിറ്റി ഒന്നുകൂടെ കുറയും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സിംഗിൾ ബോണ്ടഡ് കാർബണിൽ, പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ ട്രിപ്പിൾ ബോണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ? സിംഗിൾ ബോണ്ടിലാണ്. ഡബിൾ ബോണ്ട് ആകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും, പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുന്നതുകൊണ്ട് വെറുതെ ഒന്ന് റീകോൾ ചെയ്ത്. ട്രിപ്പിൾ ബോണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇലക്ട്രോ നെഗറ്റിവിറ്റി വീണ്ടും കൂടും, അതിനനുസരിച്ച് കാർബോകറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി വീണ്ടും കുറയും. കാര്യം ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടുകൾക്കൊക്കെ ഇഷ്ടം നെഗറ്റീവ് ചാർജിനോടാണ്, അവർക്ക് മോർ ഇലക്ട്രോ നെഗറ്റീവാണ്.
സോ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. ഇതിപ്പോൾ നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ ആയേനേ. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിപ്പോയി. കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ഒന്ന് എടുത്തു നോക്ക്. അവിടെ ഞാനിതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബെൻസൈൽ ഗ്രൂപ്പുകളെ പരിചയപ്പെട്ടോ. ഇവിടെ ക്ലോറിൻ പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ 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 പോയാൽ ഇവിടെ പോസിറ്റീവ് ചാർജ്. ഓക്കെ, എല്ലാതും ബെൻസൈൽ കാർബോകാറ്റോൺ. എല്ലാവരും ബെൻസൈൽ കാർബോകാറ്റോൺ. കാരണം പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ബെൻസിൻ റിങ്ങിനോട്. അപ്പോൾ എ എന്ന് പറയുന്ന ആളെ റെഫറൻസ് ആയിട്ട് എടുത്താൽ മതി. കാര്യം അത് ബെൻസൈൽ കാർബോകാറ്റോൺ പ്യുവർലി. ബാക്കി എല്ലായിടത്തും ബെൻസൈൽ കാർബോകാറ്റോൺ ഉണ്ട്. എക്സ്ട്രാ പാരാ പൊസിഷനിൽ ഒരു അറ്റാച്ച്മെൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടിയുണ്ട്. അപ്പോൾ മക്കളെ, ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ പഠിച്ചു വെച്ചോ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാലോ? വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. മുമ്പേ പഠിച്ചതാണ്, ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനൊന്ന് ഓർമ്മ പുതുക്കൽ ചടങ്ങാണ് നടക്കണേ. ഇനി ഇതിലെ ABCDE 5 ആൾക്കാരൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എ ആരാടാ? ഓരോന്നിലും ക്ലോറിൻ പോയാലുള്ള പോസിറ്റീവ് ചാർജിനെ ഞാൻ കാണിച്ചിരുന്നു. ഇതാ ഇവിടെയൊക്കെ പോസിറ്റീവ് ചാർജുകളുണ്ട്. ശരിയല്ലേടാ? ഇവിടെ എല്ലാം പോസിറ്റീവ് ചാർജ് ഉണ്ട്. 5 പേരും ബെൻസൈൽ കാർബോകാറ്റോൺ ആണ്. അപ്പോൾ അതിലെ എ എന്ന് പറയുന്നവനെ ഒരു റെഫറൻസ് ആയിട്ട് എടുത്താൽ മതി. കാര്യം ബിയിലും സിയിലും ഡിയിലും ഇയിലും എല്ലാം ബെൻസൈൽ കാർബോകാറ്റോൺ തന്നെയാണ്. പക്ഷേ പാരാ പൊസിഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നല്ലേ വ്യത്യാസമുള്ളൂ. ബിയിൽ എന്താ സംഭവിക്കണമെന്ന് നോക്കിയാൽ ബിയിൽ NO2 ഉണ്ട്. NO2 ഗ്രൂപ്പിനെ കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? NO2 ഗ്രൂപ്പ് വലിക്കും. NO2 ഗ്രൂപ്പ് ഭീകരമായി വലിക്കും. NO2 ഗ്രൂപ്പ് ഇതാ നല്ല വലിയാണ് എന്ന് കാണിക്കാൻ 2 ആരോ മാർക്ക് കാണിച്ചു. ക്ലിയർ അല്ലേടാ? CH3 ഗ്രൂപ്പ് കൊടുക്കും, ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പ് എന്താടാ ചെയ്യുക? OH ഗ്രൂപ്പ് ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, കൊടുക്കും. CH3 കൊടുക്കും, OH കൊടുക്കും. ആരാ നല്ലോണം കൊടുക്കുക? OH ഗ്രൂപ്പാണ് നന്നായി ഡൊണേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതൊക്കെ ആക്ടിവേറ്റിംഗ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തിയ സ്ഥലത്ത് ആരാണ് നന്നായി ഡൊണേറ്റ് ചെയ്യുന്നത്, ആരാണ് കുറച്ച് ഡൊണേറ്റ് ചെയ്യുന്നത്, ആരാണ് നല്ലോണം വിഡ്രോ ചെയ്യുന്നത് എന്നുള്ള കഥകളൊക്കെ 10-15 ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് പണ്ട് ദേവലിപ്പത്തിൽ ഒരാൾ പണ്ട് പറഞ്ഞു കഴിഞ്ഞതാ. അറിയാത്തവർ അവിടെ ഒന്ന് പോയി നോക്കുക. CN സയനൈഡ് ഗ്രൂപ്പ് വലിക്കും. എങ്ങനെ വലിക്കും? ചെറിയൊരു വലിക്കും. NO2 വലിക്കണം, അത്രയൊന്നും വലിക്കില്ല, പക്ഷെ വലിക്കും. കഥ പറ. ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ നന്നായി ഡൊണേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. വിഡ്രോയിങ് ഗ്രൂപ്പുകൾ സ്റ്റെബിലിറ്റി ഡിക്രീസസ്. അപ്പോൾ ഇതിലാരാടാ ഏറ്റവും നന്നായി കൊടുക്കുന്നവൻ? OH കൊടുക്കുക. അതുകൊണ്ട് D ഈസ് മോസ്റ്റ് സ്റ്റേബിൾ. D നല്ലോണം കൊടുക്കുന്നത് OH അല്ലേടാ. അപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. പിന്നെ ആരാ? കുറച്ച് കൊടുക്കുന്ന C. പിന്നെ കൊടുക്കൽ വാങ്ങൽ പരിപാടികളൊന്നുമില്ലാത്ത A. ക്ലിയർ അല്ലേ? NO2 വലിക്കും, CN വലിക്കും. വലിക്കുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കുറയുക ചെയ്യുക. അപ്പം നല്ലോണം വലിക്കുന്നത് NO2, അവിടെ സ്റ്റെബിലിറ്റി നല്ലോണം കുറയും. അപ്പോൾ അതിനേക്കാൾ തമ്മിൽ സ്റ്റെബിലിറ്റി കൂടുതൽ E ആയിരിക്കും, ഏറ്റവും കുറവ് B ആയിരിക്കും. നിങ്ങളോട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നവനും ഏറ്റവും കൂടുതൽ വാങ്ങുന്നവനും 2 അറ്റത്തുണ്ട് എന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് D, ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് B. അവർ 2 അറ്റത്തുണ്ട് എന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾ ഓർഡർ കറക്റ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേടാ? SN1-ൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്. ഇനി പഠിച്ചോ. അപ്പോൾ നോക്കിക്കേടാ, ഞാൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസം അതിൻ്റെ എക്സാമ്പിളും ഒക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്തത് താഴെ കാണുന്ന കോമ്പൗണ്ടുകളിൽ ആരാണ് SN1-ൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി കൂടുതൽ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ്. എല്ലാ ടൈപ്പും ചെയ്തു. ഏതൊക്കെ ടൈപ്പ് കാണാറുണ്ടോ അതൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് SN2 നോക്കാം. SN2 അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവാർഡ്സ് SN2. കുഞ്ഞെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ SN1-നെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു ബോക്സിലാക്കി വെച്ച സാധനം ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ പരിഗണിക്കേണ്ട ഒരേ ഒരു ഫാക്ടർ, 1 ആൻഡ് ഓൺലി ഫാക്ടർ എന്ന് പറയുന്നത് കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു. എന്ന പോലെ SN2-ൽ നിങ്ങൾ ഓർക്കേണ്ട ഒരേ ഒരു ഫാക്ടർ സ്റ്റെറിക് എഫക്റ്റ് ആണ്. കുഞ്ഞെ സ്റ്റെറിക് എഫക്റ്റ്. ആരാടാ? സ്റ്റെറിക് എഫക്റ്റ് ആണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്, കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി അല്ല. കാരണം SN1-ലെ കാർബോകാറ്റോൺ ഉള്ളൂ, SN2-ൽ കാർബോകാറ്റോൺ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമാണ്. മലയാളത്തിൽ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചോ, വലിയ ആൾ വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കുറയും. എന്താ കുഞ്ഞെ ഞാനിപ്പോൾ പറഞ്ഞ ഡയലോഗ് എന്നോടൊന്ന് തിരിച്ചു പറ. വലിയ ആൾ വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കുറയും. 4 വട്ടം പറ, ഉറക്കെ പറ. അടുത്തിരിക്കുന്നവരൊക്കെ എണീറ്റ് പോട്ടെ, ഉറക്കെ പറ. എന്താ പറഞ്ഞേ? വലിയ ആൾ വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കുറയും. ഞാൻ ഇനിയും പറയും, വലിയ ആൾ വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കുറയും. എനിക്ക് പറയാനൊരു മടിയില്ല, ഇനിയും പറയും, വലിയ ആൾ വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കുറയും. കുഞ്ഞെ, ഈ ക്ലോറിൻ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ പ്രൈമറിയാണ്. ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ സെക്കൻഡറിയാണ്. ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ടെർഷറിയാണ്.
പ്രൈമറി സെക്കൻഡറി ടെർഷറി ആണോ? കൂടുതൽ കഥ പറയാനൊന്നുമില്ല. പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി എന്ന് SN1 SN2 തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ A ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ C. ഇത് കാണാൻ പ്രൈമറി സെക്കൻഡറി ടെർഷറി എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. വലിയ ആൾ വന്നാൽ റിയാക്ടിവിറ്റി കുറയും എന്നുള്ള ഡയലോഗിനെ ഇപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഒരാൾ പ്രൈമറി, ഒരാൾ സെക്കൻഡറി, ഒരാൾ ടെർഷറിയാണ്. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവൻ സെക്കൻഡറിയാണ്, ഇവനും സെക്കൻഡറിയാണ്. ശരിയല്ലേ? ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ സെക്കൻഡറികളാണ്. അപ്പോൾ ഇവിടെ ചെറിയ ആൾക്കാരാ മീതയിലും ഈതയിലും, ഇവിടെ വലിയ ആളാ ഈതയിലും ഈതയിലും. വലിയ ആൾ വന്നാൽ റിയാക്ടിവിറ്റി കുറയും. സോ A ഗ്രേറ്റർ ദാൻ B. ക്ലിയർ അല്ലേ? എയിൽ സ്റ്റെറിക് എഫക്റ്റ് കുറവാണ്, ബിയിൽ സ്റ്റെറിക് എഫക്റ്റ് കൂടുതലാണ്. സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ വലുപ്പം കൊണ്ടുണ്ടാകുന്ന റിപ്പൾഷനാണ്. ആ വലുപ്പം കൊണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ വലുപ്പം കൊണ്ടുണ്ടാകുന്ന റിപ്പൾഷനാണ്. ആ റിപ്പൾഷൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിയാക്ടിവിറ്റി കുറയും. വലിയ ആൾ വന്നാൽ റിയാക്ടിവിറ്റി കുറയും. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ ഇത് ബ്രാഞ്ചാണ് C എന്നാണ്. ഓക്കെ, ഇത് നോക്കിക്കേ, ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്ന് ഉറപ്പ് വരുത്ത്. ഇത് പ്രൈമറിയാണ് അല്ലേ? ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ മറ്റൊരു കാർബണുമായി ബന്ധമുള്ളൂ. ഇവിടെയും ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിന് മറ്റൊരു കാർബണുമായ ബന്ധമുള്ളൂ. ഇവനും പ്രൈമറിയാണ്. അപ്പോൾ നോക്കിക്കേ, രണ്ടുപേരും പ്രൈമറിയാണ്. പക്ഷെ വ്യത്യാസം, ഇവിടെ 5 കാർബൺ, ഇവിടെയും 5 കാർബൺ. പക്ഷെ 5 എണ്ണത്തിൽ ഒരെണ്ണം ഇവിടെ ബ്രാഞ്ചാ. ശരിയല്ലേ? ഒരു ബ്രാഞ്ച് ഉണ്ട്, 4 എണ്ണം നേരെ. മോനെ, എമംഗ് പ്രൈമറി പഠിച്ചു വെച്ചോ. പ്രൈമറികൾക്കിടയിൽ ബ്രാഞ്ച് ഉള്ളതും ബ്രാഞ്ച് ഇല്ലാത്തതുമായ ആളുകൾ വന്നാൽ അൺബ്രാഞ്ച്ഡ് മോർ റിയാക്റ്റീവ്. പഠിച്ചു വെച്ചോ. അൺബ്രാഞ്ചഡിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. ആരെക്കാൾ? ബ്രാഞ്ച് ഉള്ളതിനേക്കാൾ. അപ്പോൾ ബ്രാഞ്ച് ഒന്നുമില്ലാത്ത A, നേരെ കിടക്കുന്ന A ആണ് മോർ റിയാക്റ്റീവ് ദാൻ B. കാരണം B ബ്രാഞ്ചഡ് ആണ്. അപ്പോൾ എമംഗ് പ്രൈമറികൾക്കിടയിൽ തന്നെ ബ്രാഞ്ച് ഉള്ളവനും ബ്രാഞ്ച് ഇല്ലാത്തവനും വന്നാൽ അൺബ്രാഞ്ച്ഡ് ഈസ് മോർ റിയാക്റ്റീവ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. കാര്യം ബ്രാഞ്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ അടുത്തേക്ക് ഉണ്ടാവുക എന്നാണല്ലോ അർത്ഥം. ബ്രാഞ്ചായിട്ട് കിടക്കാറുന്ന തൊട്ടടുത്ത്, ഈ ക്ലോറിൻ്റെ തൊട്ടടുത്തല്ലേടാ ഈ ബ്രാഞ്ച് വരണേ. ബ്രാഞ്ച് ഇല്ലെങ്കിൽ ഈ ക്ലോറിൻ്റെ കുറേ അകലെ പോയിട്ടല്ലേ ആ കാർബൺ അറ്റാച്ച് ചെയ്യണേ. 4 കാർബൺ ഇവിടെയും 4 കാർബൺ ഇവിടെ ഉണ്ടല്ലോ. 5ാമത്തെ കാർബൺ ഈ അറ്റത്ത് വരുന്നതും ഈ അടുത്തേക്ക് വരുന്നതും തമ്മിൽ ആരാണ് തൊട്ടടുത്ത് വലിയ ആളുണ്ടാകുന്നത്? ബ്രാഞ്ച് ഉണ്ടാകുമ്പോഴാണ് തൊട്ടടുത്ത് വലിയ ആളുണ്ടാവുക. സ്വാഭാവികമായിട്ടും അതിൻ്റെ റിയാക്ടിവിറ്റി കുറയും. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നോക്കിക്കേ, ഇയാൾ പ്രൈമറിയാ, ഇയാളും പ്രൈമറിയാ. കാരണം ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിന് മറ്റൊരു കാർബണുമായ ബന്ധമുള്ളൂ. അപ്പോൾ ഇവിടൊക്കെ ഞാൻ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. ഇതൊക്കെ ബ്രാഞ്ചാണ്. CH3 എന്ന് പറയുന്ന ബ്രാഞ്ചാണ്, Cl അല്ല. രണ്ടിലും ബ്രാഞ്ചുമുണ്ട്. ഹലോ, രണ്ടിലും ബ്രാഞ്ചുമുണ്ട്. ബ്രാഞ്ചും അൺബ്രാഞ്ചഡും വന്നാൽ അൺബ്രാഞ്ചഡ് മോർ റിയാക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടിലും ഇവിടെ ബ്രാഞ്ചുണ്ട്. അപ്പോൾ എന്താ പറയുക മോനെ? പഠിച്ചു വെച്ചോ. രണ്ടിലും ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നീ ഇത് നോക്കിയാൽ മതി. റിയാക്ടിവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്, ഇൻവേഴ്സ്ലി അല്ല ഡയറക്ട്ലി. റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റിയും കൂടും. ഉറപ്പന്നല്ലേ? അടുത്ത് ബ്രാഞ്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അടുത്ത് വലിയൊരു ഗ്രൂപ്പ് വരിക എന്നല്ലേടാ അർത്ഥം. വലിയ ഗ്രൂപ്പ് വന്നാൽ റിയാക്ടിവിറ്റി കുറയുമെന്ന് കുറേ നേരമായില്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ നോക്കിക്കടാ, ക്ലോറിൻ്റെ തൊട്ടടുത്തൊരു ബ്രാഞ്ച് വന്നു, ക്ലോറിൻ്റെ കുറച്ച് അകലൊരു ബ്രാഞ്ച് വന്നു. അകലം കൂടിയാൽ റിയാക്ടിവിറ്റി കൂടും. സോ B ഗ്രേറ്റർ ദാൻ A. ഓക്കെ അല്ലേടാ? ആൻഡ് ലാസ്റ്റ് വൺ, ഇത് ലാസ്റ്റാണ്. ഇത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് ലാസ്റ്റ്, ഈ ക്ലാസ്സിലെ ലാസ്റ്റ് സ്ലൈഡാണ്. മോനെ, ഇവൻ പ്രൈമറിയാണ്, ഇവൻ സെക്കൻഡറിയാണ്. നിങ്ങൾ എഴുതണ്ട, നിങ്ങളെ മനസ്സിലുള്ള ഉത്തരം പറ. കണ്ടാലറിയാലോ ഇത് പ്രൈമറി ഒന്ന് സെക്കൻഡറിയുമാണ് എന്നുള്ളത്. ഒന്നാമന് ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിന് മറ്റൊരു കാർബണുമായ ബന്ധമുള്ളൂ. ഇവിടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിന് മറ്റു 2 കാർബണുകളുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് B എന്ന് പറയുന്നവൻ സെക്കൻഡറിയാണ്. A ഗ്രേറ്റർ ദാൻ B ആണോ? B ഗ്രേറ്റർ ദാൻ A ആണോ? നമ്മൾ നിലവിൽ പഠിച്ചു വെച്ച നിയമപ്രകാരം A ഗ്രേറ്റർ ദാൻ B വരണം. പക്ഷേ ഇതിൻ്റെ ആൻസർ B ഗ്രേറ്റർ ദാൻ A ആണ് എന്നുള്ളത് എൻ്റെ ഒരു ബിൽഡപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മോനെ, ഇവിടെ B എന്ന് പറയുന്നവൻ സെക്കൻഡറി ആണെങ്കിലും റിയാക്ടിവിറ്റി കൂടുതൽ Bയിലാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? മോനെ നോക്കിക്കേടാ, ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിൽ ഞാൻ പറയുന്ന ഡയലോഗ് ഹൃദയത്തിലാക്ക്. എന്നിട്ട് നീ നിൻ്റെ ഭാഷയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ തുളുവിലോ എവിടെങ്കിലൊക്കെ എങ്ങനെങ്കിലൊക്കെ എഴുതി വെക്ക്. പിന്നീട് നീയാണ് വായിക്കാനുള്ളത്. അപ്പോൾ നിനക്കത് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. ആദ്യം അത് മനസ്സിലാക്ക്, ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്താ അറിയോ? ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിൽ
ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ പ്രൈമറി. ഞാനെന്തോ പറഞ്ഞു, നിങ്ങൾ വല്ലതും കേട്ടോ? നിങ്ങളൊരു തേങ്ങയും കേട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. നല്ലോണം ശ്രദ്ധിച്ചോ. ഒന്നുകൂടെ ഞാൻ പറയും. ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഈ C+O എന്ന് പറയുന്നവൻ കീറ്റോൺ ഗ്രൂപ്പ് അല്ലേ, ദാറ്റ്സ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡയറക്റ്റായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്നൊന്നും നോക്കണ്ട. ദാറ്റ് കോമ്പൗണ്ട് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ പ്രൈമറി. പ്രൈമറിയേക്കാളും റിയാക്റ്റീവാണ്. അയാൾ സെക്കൻഡറി ആയാലോ ടെർഷറി ആയാലോ കുഴപ്പമില്ല. ഒന്നുകൂടെ പറയണേ, ഫൈനലാണ്, അവസാനത്തെ മടക്കുകയാണേ, കാണാനുള്ളവരൊക്കെ കണ്ടോളൂ. ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ, അതിവനാ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ. ഞാൻ ലെസർ കാണിച്ചു തരാം. ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇവനാ. അതിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡയറക്റ്റായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ പ്രൈമറി. പ്രൈമറി സെക്കൻഡറി ടെർഷറി എന്നുള്ളതിൽ പ്രൈമറിയാണ് മോർ റിയാക്റ്റീവ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രൈമറിയേക്കാളും സ്റ്റേബിളാണ്, അല്ലെങ്കിൽ ആ പ്രൈമറിയേക്കാളും റിയാക്റ്റീവാണ് ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. അതിവിടെ ബിയിലുണ്ട്. ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്, C+O. എവിടെ ഉണ്ട്? ക്ലോറിൻ അറ്റാച്ച് ചെയ്ത ഈ കാർബണിലുണ്ട്. ഉണ്ടെങ്കിൽ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ നോക്കണ്ട, അയാളാണ് മോർ റിയാക്റ്റീവ്. അല്ല സാറേ ഇവൻ പ്രൈമറി, ഇവൻ ഞാൻ പറഞ്ഞു അത് നീ ഇപ്പം നോക്കണ്ട. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്ന് നോക്കാതെ, മുഖം നോക്കാതെ നടപടിയെടുത്തോ. ബി ഗ്രേറ്റർ തന്നെ. ദാറ്റ്സ് ഓൾ അബൌട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ചർച്ച. ഇനി നമുക്ക് എലിമിനേഷൻ റിയാക്ഷനും റിയാക്ഷൻ വിത്ത് മെറ്റൽസുമാണ് പഠിക്കാനുള്ളത്. അത് കുറച്ചേ പറയാനുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. മറക്കാതെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കുക. കൂട്ടുകാരോടൊക്കെ ഒന്ന് അന്വേഷണം പറയണേ. ഈ കൊല്ലം എൻട്രൻസ് എഴുതുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് ട്രാക്കിലേക്ക് വന്നിട്ടില്ല. ഡിസംബർ ഒക്കെയാണ് കഴിയുമ്പോൾ ജനുവരി 1-ാം തീയതി നന്നാവാം എന്ന് കരുതിക്കണ കൂട്ടുകാരോടൊക്കെ ഒന്ന് എൻ്റെ അന്വേഷണം ഒന്ന് പറഞ്ഞേക്കണേ മോനെ. എന്നിട്ട് അവരോടൊക്കെ പതുക്കെ ഇങ്ങനെ ചെവിക്ക് പിടിച്ചിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കാണിച്ചു കൊടുക്കും. എന്നാടാ പഠിക്ക്. CM അക്കാഡമി വക ഓർഗാനിക് കെമിസ്ട്രി ഫുള്ളും ഉണ്ട്. നീറ്റിന് വേണ്ടതും ജെയ്ക്ക് വേണ്ടതും. സാറേ ഇത് ജെയ്ക്ക് പറ്റുമോ, സാറേ ഇത് നീറ്റിന് പറ്റുമോ, ഈ വക ഡയലോഗ് കമൻറ്റും ഒക്കെ ഒന്ന് കുറക്കുക. എനിക്ക് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ്, സാർ ഇത് നീറ്റിന് പറ്റുമോ, ഇത് ജെയ്ക്ക് പറ്റുമോ. നമ്മളെ തമ്പിൽ നീറ്റ് ജെയ് എന്ന് വ്യക്തമായി കൊടുത്തിട്ട് സൈഡിൽ ഞാനിങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് എന്നോട് പിന്നെ ഇതന്നെ അയച്ചു തന്നിട്ട് ഇത് നീറ്റിന് പറ്റുമോ എന്ന് ചോദിക്കുന്നത് ചെറ്റത്തരല്ലേടാ. നിനക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. നീറ്റിനുള്ളതാണ്, കീമിനുള്ളതാണ്, ജെയ്ക്കുള്ളതാണ്. ഇതിൻ്റെ അപ്പുറത്തുനിന്നൊന്നും ക്വസ്റ്റ്യൻ ഇല്ല. NCERTയുടെ മുക്കും മൂലയും പിന്നെ അരികും വക്കും കുറച്ച് അപ്പുറത്തു നിന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഓപ്ഷനിൽ കാണുന്ന ഔട്ട് ഓഫ് NCERT പോലും നമ്മുടെ ക്ലാസ്സിലുണ്ട്. അതുകൊണ്ട് പൊന്നുമക്കളെ, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്നേഹം എന്നുള്ള നിലക്ക്, ഒരു കടമയായിട്ട് വേണ്ട, സ്നേഹം എന്നുള്ള നിലക്ക് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്താൽ ക്ലാസ് എടുക്കണ എനിക്കൊരു സുഖം ഉണ്ടാവും. നല്ല കമൻറ്റൊക്കെ കിട്ടിയാൽ കുട്ടികൾ നല്ലോണം പഠിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചേക്കും. നല്ല കുറേ വീഡിയോസ് പിന്നെ നിങ്ങളിലേക്ക് എത്തിയേക്കും. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. നല്ല രസമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.